ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ നവംബർ 22nd ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ന്യൂസിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നാഷണൽ ന്യൂസ് ആണെങ്കിലും ഇന്റർനാഷണൽ ന്യൂസ് ആണെങ്കിലും ബിസിനസ് പേജ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് അദാനിയെ കുറിച്ചിട്ടാണ്. കാരണം ഇതിനകത്തൊരു നമുക്ക് ആ കേസ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അദാനിയെ കുറിച്ചിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ US ഗവൺമെന്റ് വിട്ടിട്ടുണ്ട്. So it's actually an information that has been passed on by United States, which is making waves around the world. അവർ US പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC. അപ്പോൾ US പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്നാണ് പറഞ്ഞെങ്കിൽ പോലും അദാനിക്ക് വേൾഡ് ഓവറിൽ അദാനിക്ക് അത്രയും വലിയ എനർജി ഡീലുകൾ നടക്കുന്നുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം എനർജി ഡീൽസ് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലുള്ള എനർജി ഡീൽസും ആൻഡ് ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും അദാനിയുടെ ഷെയർസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡൈവ് ചെയ്തു. സോ ഇന്ന് നാഷണൽ പേജും ഇന്റർനാഷണൽ പേജും ബിസിനസ് പേജ് എല്ലാം അദാനിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കാം, അദാനി എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെക്കാട്ടും കൂടുതൽ ഇമാജിൻ എ സിറ്റുവേഷൻ. ഒരു ഇന്ത്യൻ ജയന്റ്, ഒരു ഇന്ത്യൻ ബിസിനസ് ഫേം ലോകം മൊത്തം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ദി ഇമ്പാക്ട് ഓഫ് ദിസ് ബിസിനസ് ഫേം. ഒരു ചെറിയ ഡൈവ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് എക്കോണമി, ഈവൻ ബിസിനസ് സർക്കിൾസ്, ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ് എല്ലാത്തിലും എത്രത്തോളം വലിയ കണ്ടോ, ഷെയർസ് ഓഫ് അദാനി ഫേംസ് ലൂസ് 27 ബില്യൺ ഇൻ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇത് ഈ ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിലൊന്ന് മനസ്സിലാക്കി പോകാം. ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ അബൌട്ട് എന്താണ് ഇഷ്യൂ മൊത്തത്തിൽ പറയുന്നതെന്നുള്ളത്. ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ. സോ അത് വെച്ച് നമുക്ക് ഇന്നത്തെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. സോ US അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഇഷ്യൂ മനസ്സിലാക്കാം. അതായത് ഇപ്പോഴത്തെ സൈഡിൽ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ദി അദാനി ഗ്രൂപ്പ് ഹിയർ. നമുക്ക് ഈ ഇഷ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ഈ അദാനി ഗ്രൂപ്പ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA ഇവിടെയുണ്ട്. Imagine that USA is actually on that side. And ഇപ്പുറത്തെ സൈഡിൽ there are different countries in the world. ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സും ഇതൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കാം. ഐ തിങ്ക് ബ്ലൂ പെൻ ഇസ് മച്ച് മോർ ബെറ്റർ. ഞാനിവിടെ ഇന്ത്യയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദാനി ബേസിക്കലി ഇസ് വെരി പോപ്പുലർ ഫോർ ഇറ്റ്സ് എനർജി ഡീൽസ്. എനർജി കമ്പനീസും സോളാർ ആണെങ്കിലും മറ്റെല്ലാത്തിലും പല എനർജി സപ്ലൈ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതേപോലെ ഇവിടെ അദാനിയുടെ കമ്പനി, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഓൾറെഡി ഒരു കാര്യം. നമുക്ക് ഈ കഥ എന്തായാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓൾറെഡി ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഹാസ് ഓൾറെഡി ഡൺ ഇനഫ് ഡാമേജ് ഫോർ അദാനി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓൾറെഡി അദാനിക്ക് ഒരുപാട് ഡാമേജ് വരുത്തി കഴിഞ്ഞു. ഇൻ ദ സെൻസ് അദാനി സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാനിപ്പുലേഷൻ, സ്റ്റോക്കിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് അദാനി ഓൾറെഡി ഒരു ഡാമേജ് അദാനിക്ക് വരുത്തി കഴിഞ്ഞു. ഇനി ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സോളാർ പവർ. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു ഏജൻസിയും കൂടെ ഉണ്ട്, സോളാർ എനർജി കമ്മീഷൻ. അപ്പോൾ ഈ സോളാറിൻ്റെ ഡീല് കിട്ടാൻ വേണ്ടി പറയുന്നത് എത്രയോ $250 million എത്രയോ രൂപയാണ് ഇന്ത്യൻ ഒഫീഷ്യൽസിന് കൈക്കൂലി കൊടുത്തതെന്നാണ് പറയുന്നത്. അദാനി അത്രയും പൈസ കൈക്കൂലി കൊടുത്തിട്ടാണ്, എല്ലാ ആൾക്കാർക്കും ബ്രൈബ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വലിയ വലിയ ഡീലുകൾ എടുത്തത് എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക എത്രയോ ദൂരം, കിലോമീറ്റേഴ്സ് അവർ ദൂരെ ഇരുന്നിട്ട്, കാരണം അമേരിക്കയിലും വളരെ സ്ട്രോങ് ആയിട്ട് അദാനി ഡീൽ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന്, ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നുണ്ട്. സോ ഇത്രയും ഈ സൈക്കിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവർ പറയാണ് അദാനി ഈസ് ആക്ച്വലി ഇൻവോൾവ്, ഈ പടത്തിൽ കാണുന്ന പോലെ ഡൂയിങ് ഇൻ ഇന്ത്യ. ഇത്രയും കോടി കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ദിസ് ഇസ് എ ഫ്രോഡ്. അതേപോലെ US ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും പറയുന്നുണ്ട് ബിവെയർ ഓഫ് അദാനി എന്നാണ് പറയുന്നത്. കാരണം നാളെ ഇതേപോലെ ലോസസ് വരാം. അതിൽ ഏറ്റവും വലിയൊരു സാധനം പറയുന്നുണ്ട്, ഏകദേശം 600 മില്യൺ ബോണ്ടാണ് അവർ വിഡ്രോവൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന വേറൊരു ഫാക്ടർ, അദാനി ഇസ് ലൈങ്. അദാനിയുടെ സ്റ്റോക്കിനെ കുറിച്ചിട്ടും പ്രൈസിങ്ങിനെ കുറിച്ചിട്ടും സർവീസസിനെ കുറിച്ചിട്ടും ഒക്കെ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് തെറ്റായിട്ടൊരു ഇമേജ് ആണെന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവമാണ്. ഓൾറെഡി ഹിൻഡൻബർഗിന്റെ ഡാമേജ് അദാനിക്കുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് കാര്യങ്ങളെല്ലാം അദാനി മാനിപ്പുലേറ്റ് ചെയ്താണെന്നൊരു ഓൾറെഡി ഒരു ചീത്തപ്പേരുണ്ട്. അതിൻ്റെ അഗേൻസ്റ്റ് ആണ് ഈ പടത്തി വരച്ച പോലെ
ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അഴിമതി ഇഷ്ടം പോലെ ബ്രൈബറി നടത്തി എന്നുള്ളൊരു കേസും കൂടി US പറയാണ്. ആൻഡ് US ഗവൺമെന്റ് ഈസ് ഓൾസോ വാർണിംഗ് ദ ഇൻവെസ്റ്റേഴ്സ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ലുക്ക് അറ്റ് ദാറ്റ്, ഓരോ രാജ്യങ്ങളും അതിന് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. കെനിയ ഈസ് റീതിങ്കിങ് ഓഫ് എ ഡീൽ വിത്ത് അദാനി ഇത് വന്നതിന് ശേഷം. ശ്രീലങ്ക പുതിയ പ്രസിഡന്റും അന്നൂര ദിസനായകയൊക്കെ വന്നതിന് ശേഷം ഓൾറെഡി വലിയ ഡീലാണ് ശ്രീലങ്കയിലുള്ളത്. അത് ശ്രീലങ്ക ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഒരൊറ്റ അമേരിക്കയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കാരണം സ്റ്റോക്ക് മാർക്കറ്റ്, രാജ്യങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി അദാനിയുടെ ഷെയർസ് കാര്യങ്ങളെല്ലാം ഡൈവ് ചെയ്തു. അപ്പോൾ ഇതാണ് അമേരിക്ക കൊടുത്ത വലിയൊരു പണിയാണ്. സോ ഇതാണ് ഇന്ന് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് ഇത് എഫക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഐ എം ഷുവർ ബൈ ദിസ് ടൈം നിങ്ങൾക്ക് ഈ കഥ ഈ പടത്തിലൂടെ ഞാൻ വരച്ചത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇമ്പാക്റ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, ആൻഡ് ഈവൻ വീക്കനിങ് ഓഫ് റുപ്പി ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഈവൻ റുപ്പി വീക്കനായി എന്ന് പറയുന്നതിൽ പോലും ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ ഡോളർ റുപ്പി ഹാസ് ഡിപ്രീഷിയേറ്റഡ്, റുപ്പി ഹാസ് വീക്കൻഡ്. അപ്പൊ എന്താണ് ഈ ഇന്റർനാഷണൽ ഫോറിൻ ട്രേഡിലൊക്കെ നമ്മൾ പറയുമ്പോൾ ദ കറൻസി ഹാസ് വീക്കൻഡ് അല്ലെങ്കിൽ റുപ്പി ഹാസ് വീക്കൻഡ്, ദ റുപ്പി ഈസ് ഡിപ്രിഷിയേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? അതിൽ പോലും ഇന്ത്യയുടെ ഇപ്പൊ ഡെഫിനറ്റ്ലി $84.5 എങ്ങാണ്ട് വിലയായി. അതിൽ പോലും ഡോളർ വീണതിൽ പോലും ഇന്ത്യൻ റുപ്പി വീണതിൽ പോലും ഈ അദാനിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു ഏജൻസി എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലായ ഇനി ബാക്കിയുള്ള മേജർ ആർട്ടിക്കിൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതിൽ ഓൾറെഡി പറയുന്നുണ്ട്, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അമേരിക്കയിൽ ഏകദേശം $250 മില്യൺ ഇന്ത്യൻ ഒഫീഷ്യൽസിന് സോളാർ എനർജിക്ക് വേണ്ടി $multi-billion സ്കീമാണ്, പറ്റിപ്പാണ് അദാനി നടത്തിയെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഹാസ് ഓൾസോ ചാർജ്ഡ് അദാനി, സാഗർ അദാനി നെവ്യൂ, ബാക്കിയുള്ള അവരുടെ ടോപ്പ് എക്സിക്യൂട്ടീവ് ഓഫ് അസിയോർ പവർ ഗ്ലോബൽ ലിമിറ്റഡ്. ഇതാണ് അവരുടെ കമ്പനി, അസിയോർ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതേപോലെ US-ലും ഇതേപോലത്തെ എന്തെങ്കിലും ഫോറിൻ ഒഫീഷ്യൽസിനും ഇതേപോലെ എന്തെങ്കിലും ബിസിനസ് ലഭിക്കുന്നതിന് വേണ്ടി ബ്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് US-ൽ ഇല്ലീഗലാണ്. ഇറ്റ്സ് ഇല്ലീഗൽ ഇൻ US. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്ന പൈസ കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഇല്ലീഗൽ ടു മേക്ക് പേയ്മെന്റ്സ് ടു ഫോറിൻ ഒഫീഷ്യൽസ്. അത് തെറ്റാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഇതിന്റെ മേജർ ആയിട്ട് വന്ന വാർത്ത. ഇനി അങ്ങോട്ട് ഫുൾ പേജ്, നാഷണൽ പേജ്, ബിസിനസ് പേജ് എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അടുത്ത് പഠിപ്പിച്ചു പോവാം. അടുത്തത്, ഇറ്റ് ഹാപ്പൻസ് ടു ബി എ വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ റിഗാർഡിംഗ് കോൺസെൻസസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഗോൾസ് റിമെയിൻസ് എല്യൂസീവ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇനിയും ഞാൻ ഒന്നുകൂടെ പറയാണ്, എന്താണ് ഇപ്പോൾ COP29 ബക്കുവിൽ നടന്ന COP29 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്ന പുതിയൊരു ഇത് അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ഹൈ ചാൻസ് ആണ്. ഓർത്ത് വെച്ചോളൂ, എന്താണ് NCQG? സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവാം. ഈ NCQG എന്ന് പറയുന്നത് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്നാണ്. അതായത് വേറെ ഒന്നുമല്ല, രണ്ട് സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഇപ്പുറത്തെ സൈഡിൽ ഡെവലപ്പിംഗ് കൺട്രീസും ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ടാക്കിൾ ചെയ്യണം. സോ നമുക്ക് ഹിസ്റ്റോറിക്കലി അറിയാം, ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിനും പൊല്യൂഷനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെവലപ്പിംഗ് കൺട്രീസിന്, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഫണ്ട് ചെയ്യണം. വൈ ദേ ഹാവ് ടു ഫണ്ട് ഇറ്റ്? ബിക്കോസ് അവർ ഓൾറെഡി പൊല്യൂട്ട് ചെയ്തതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫണ്ട് ചെയ്യാൻ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസേജ് കുറയ്ക്കണം. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസിൽ ഫ്യൂവൽസിന്റെ നമുക്ക് യൂസേജ് കുറയ്ക്കണം. അതേപോലെ നമുക്ക് ക്ലീൻ എനർജിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് പൈസ ആവശ്യമുണ്ട്. ഇവരല്ലേ പൊല്യൂട്ട് ചെയ്തത്, അപ്പോൾ ഇവർ പൈസ തരട്ടെ എന്ന് ഓൾറെഡി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവർ ഓൾറെഡി പാരീസ് എഗ്രിമെന്റ്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം. പാരീസ് എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഏകദേശം $100 ബില്യൺ ആണ് ഇവർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. $100 ബില്യൺ ആണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്. പക്ഷേ 2025 ആകുമ്പോഴും $100 ബില്യൺ കൊടുക്കണം എന്നാണ്, കൊടുക്കണമെന്ന് പാരീസ് എഗ്രിമെന്റ് പറയുന്നുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഡെവലപ്ഡ് കൺട്രീസ് പറയുകയാണ്, ഞങ്ങൾ ഓൾറെഡി 115 ബില്യൺ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നൊരു കള്ളം പറയാണ്. ഇവർ പറയാണ് ഇത് ഓൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തിനാ? പക്ഷെ അപ്പോഴും പറയുന്നത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. $100 ബില്യൺ ഇവിടെ കിടക്കുന്നുണ്ട്, അത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവർ പറയുന്ന അസസ്മെന്റ് പറയുന്നുണ്ട്, ഏകദേശം ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കേണ്ടത് ഏകദേശം 1.3 ട്രില്യൺ എങ്കിലും കൊടുത്താലേ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും
ബെനിഫിറ്റ് ഇതിനകത്ത് വരണമെങ്കിൽ ഏകദേശം 1 ട്രില്യൺ 1.3 ട്രില്യൺ കൊടുത്താലേ കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ഇത് കൊടുക്കുന്നുണ്ടോ? ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. NCQG എന്ന് പറയുമ്പോൾ ഈ ഫണ്ട്, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, ഇത്രയും വലിയ ഫണ്ട് ഇവിടെ കൊടുക്കണം എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ NCQG ഈ അതേപോലെ ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് കോൾഡ് ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ്. അല്ലെങ്കിൽ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് NCQG ഒരു സൈഡിൽ, യു ഷുഡ് നോ വാട്ട് ഇസ് NCQG. അതേപോലെ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ്. ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ് ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഓൾറെഡി എത്രയോ $1 ട്രില്യൺ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് താഴെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി എത്രയോ $1 ട്രില്യൺ പല രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ഡെവലപ്ഡ് കൺട്രീസ് എത്രയോ ഈ ഗ്രീൻ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് NCQG ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ഫിനാൻസ് ഇവിടെ ഉണ്ട്, NCQG ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഓൾറെഡി എത്രയോ $1 ട്രില്യൺ ഡെവലപ്ഡ് കൺട്രീസ് ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ NCQG അല്ലേ എന്ന് ചോദ്യമുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസിയേഷൻ. ഈ അടുത്ത് NCQG മസ്റ്റ് ബി $X ട്രില്യൺ. ഇപ്പൊ റിപ്പോർട്ട് വന്നല്ലോ, പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഡ്രാഫ്റ്റ് എഗ്രിമെന്റിൽ. NCQG എത്ര വേണം, എത്ര $1 ബില്യൺ ആണെന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ പോലും X എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസും NCQG എന്ന് പറയുമ്പോൾ, ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസിൽ ഒരു ചെറിയ എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർ ഇത്ര $1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഈ ഇട്ടതെല്ലാം ഇൻവെസ്റ്റ്മെന്റും കൂടാണ്. പല കമ്പനികളും ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുണ്ട്. ഇപ്പോൾ X എന്നൊരു ഡെവലപ്ഡ് കൺട്രി, Y എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ പോയിട്ട് ഏകദേശം $100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഇൻവെസ്റ്റ് ചെയ്തതാണ് ബെറ്റർ ക്ലൈമറ്റ് ടെക്നോളജി ഉണ്ടാക്കാനൊക്കെ. അപ്പൊ ഈ $100 ബില്യൺ ഇടുമ്പോൾ അവർ അതിന്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ റിട്ടേൺസോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. NCQG അനുസരിച്ചിട്ട് അത് തെറ്റാണ്. ഇവിടെ NCQG എന്ന് പറയുമ്പോൾ 100 ബില്യണോ അല്ലെങ്കിൽ $1 ട്രില്യണോ പൈസ ഇടേണ്ടത് ഡെവലപ്ഡ് കൺട്രി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല, അത് പ്രോഫിറ്റിന് വേണ്ടിയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ് ഇത് തെറ്റല്ലേ? NCQG എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും ഫണ്ട് തരണം, അതൊരു തരം ലോൺ ആയിരിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി എ ലോൺ, ഇറ്റ് ക്യാൻ ബി എ ലോ കോസ്റ്റ് ലോൺ ആയിരിക്കാം, ഇറ്റ് ക്യാൻ ബി എ ഗ്രാൻഡ്. ഒരു ലോ കോസ്റ്റ് ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ആയിരിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത് ഞങ്ങൾ കൂട്ടില്ല, കാരണം അതിൽ ലാഭമുണ്ടല്ലോ നിങ്ങൾക്ക്. ഇതിൽ ലാഭമില്ലാത്ത പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് NCQGയുടെ ജനറൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനി കുറേ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. ബൈ ദിസ് ടൈം ഐ എം ഷുവർ ഈ കോൺസെപ്റ്റ് 100% ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. AI ബ്രെയിൻ സ്റ്റോമിങ് നടന്നിട്ടുണ്ട്, ഹിന്ദുവിന്റെ സമ്മിറ്റ്. അതിനകത്ത് നമുക്ക് കുറച്ച് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും, നമ്മളതൊന്ന് ഓടിച്ച് നോക്കാനുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CAQMന്റെ ഡേറ്റ തെറ്റാണെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതിയിൽ നമുക്കിവിടെ ഇതിന്റെ കഥ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കഥ മനസ്സിലാക്കുമ്പോൾ കഥാപാത്രങ്ങളെ മനസ്സിലാക്കണം. ലെറ്റ്സ് ഡ്രോ സുപ്രീം കോടതി ഇവിടെയുണ്ട്. ഇവിടെ CAQM ഉണ്ട്, സെൻട്രൽ എയർ ക്വാളിറ്റി കാൽക്കുലേഷൻ അറിയില്ല. CAQM എന്താണെന്ന് അറിയായിരിക്കുമല്ലോ, ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. CAQM നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയും കൂടാണ്. എന്താണ്? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പ്ലീസ് റിമെമ്പർ, ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ട്. CAQM എന്താണ്? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സോ ഇറ്റ്സ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഡൽഹി ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, UP ഒക്കെ വരും. അപ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, UP ഒക്കെ ഇതിന്റെ അഡ്ജസ്റ്റന്റ് ഏരിയാസിൽ വരും. ഇവിടെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് CAQM. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് റിമെമ്പർ, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഞാൻ തന്നെ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് അടുപ്പിച്ച് CAQM പഠിപ്പിക്കുന്നത്. സോ പൊല്യൂഷൻ എയർ കൺട്രോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ആൻഡ് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് ഡൽഹി, NCR ഡൽഹി ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ഓഫ് പഞ്ചാബ്, ഹരിയാന മാത്രമല്ല രാജസ്ഥാൻ, UPയും കൂടെ ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ തന്നെയാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഇത് കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്കിനി കഥയിലേക്ക് പ്രധാനപ്പെട്ട ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരാം. ഈ സ്റ്റോറി മനസ്സിലാക്കി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒരു സൈഡിൽ വി ഹാവ് സുപ്രീം കോർട്ട്, ഇപ്പുറത്തെ സൈഡിൽ വി ഹാവ് CAQM.
കമ്മീഷനുണ്ട്, CAQM ഉണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ പഞ്ചാബ്, അതേപോലെ ഹരിയാന സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്, അവിടുത്തെ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. ഇനി ഇവിടെ ഓൾറെഡി നമുക്ക് കുറേ കാര്യമായിട്ട് നമുക്ക് ഇവിടെ വില്ലൻ ആരാണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ വില്ലൻ പ്രധാനപ്പെട്ട ആരാ? ഇവിടുത്തെ വില്ലൻ സ്റ്റബിൾ ബേണിംഗ് ആണ്. ഇവിടെ ഈ റൈസ് കൾട്ടിവേഷൻ കഴിഞ്ഞാലും വീറ്റ് കൾട്ടിവേഷൻ കഴിഞ്ഞാലും ഇവിടുത്തെ ഫാമേഴ്സ് ഇവിടുത്തെ ലെഫ്റ്റ് ഓവർ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഈ പാടത്ത് വരുന്ന സ്റ്റബിൾസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ ഇവർ വേറെ രീതിയിൽ ഉപയോഗിക്കാതെ ഇത് മൊത്തം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കത്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഡൽഹിയിൽ പൊല്യൂഷൻ വരുന്നുണ്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഓൾറെഡി സുപ്രീം കോടതി കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. CAQM അടുത്തും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്റ്റേറ്റ്സിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് സ്റ്റബിൾ ബേണിംഗ് നിർത്തലാക്കണം. അത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് സ്റ്റബിൾ ബേണിംഗ് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. ഈ കഥ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിർത്തണമെന്ന് പറഞ്ഞിട്ട്, ഈ സംഭവം നിർത്തണമെന്ന് പറഞ്ഞിട്ടും CAQM പ്രധാനപ്പെട്ട അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. അതായത് സ്റ്റബിൾ ബേണിംഗ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഗ്രാഫ് താഴേക്കാണ്, കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം പഞ്ചാബും ഹരിയാനയുടെയും സ്റ്റാറ്റിസ്റ്റിക് പറയുന്നുണ്ട് ഇല്ല, സ്റ്റബിൾ ബേണിംഗ് കൂടിയിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഒരു ഏജൻസി പറയുന്നു, കമ്മീഷൻ പറയുന്നു കുറഞ്ഞു എന്നും, മറ്റൊരു സ്റ്റേറ്റ് പറയുന്നു കൂടിയെന്നും. അവിടെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. CAQM എങ്ങനെയാണ് സ്റ്റബിൾ ബേണിംഗ് നടക്കുന്നു എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാറ്റലൈറ്റിന്റെ സഹായം വെച്ചിട്ടാണ്. സാറ്റലൈറ്റ്സിന്റെ, അതായത് ഇതിൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, ഇസ്രോ ഉണ്ടാക്കിയ ഈ സാറ്റലൈറ്റ്സിന്റെ സഹായം കൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മാത്രമല്ല വേറെയും സാറ്റലൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സാറ്റലൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൗത്ത് കൊറിയയുടെ ഒരു സാറ്റലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പേരൊക്കെ ഞാൻ അന്ന് ഹിന്ദുവിൽ പറഞ്ഞതാണ് മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ. പക്ഷെ പ്രശ്നം ഈ സാറ്റലൈറ്റ് ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഈ സാറ്റലൈറ്റ് കറക്റ്റ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ആ സ്ഥലത്ത് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് ഫോട്ടോഗ്രാഫ്സ് എടുക്കും. ഇത് പാസ് ചെയ്ത് അടുത്ത സർക്കിളിലൂടെ ഇത് വരുന്ന സമയം കൊണ്ട് ഫാർമേഴ്സ് കത്തിക്കും. അപ്പൊ സാറ്റലൈറ്റ് പോകുന്നതിന്, സാറ്റലൈറ്റ് ഉള്ള സമയത്ത് കത്തിക്കുന്നില്ല, മറ്റ് സ്ഥലം സാറ്റലൈറ്റ് ബ്ലൈൻഡ് സ്പോട്ടിലാവുന്ന സമയത്ത് ഇവരിത് കത്തിക്കും. അപ്പൊ സാറ്റലൈറ്റ് ഡിറ്റക്ട് ചെയ്യില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സുപ്രീം കോടതി എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ സാറ്റലൈറ്റിന്റെ കാര്യം, ഈ ഇഷ്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സോ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഉണ്ട്, NRSC. സോ വാട്ട് ഈസ് NRSC എന്ന് ചോദിച്ചാൽ അത് ISROന്റെ താഴെ വരുന്നതാണ്. ഇപ്പൊ ഇവരെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാറ്റലൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. കമ്മീഷൻ സാറ്റലൈറ്റ് ഇറ്റ് കുഡ് ബി ഹയർ. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാറ്റലൈറ്റ് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് മാത്രം പറഞ്ഞു പോവാം. സ്റ്റേറ്റ്സിൽ മമത, ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടാൽ മതി, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാർത്തകളാണ്. മമത ലിങ്ക്സ് തരുണർ സ്വപ്ന സ്കീം ഫ്രോഡ് ടു ജംതാര ഗ്യാങ്. കഴിഞ്ഞ കുറേ നാളായിട്ട് പത്രങ്ങളിൽ വരുന്നൊരു വാർത്തയാണ്. ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കാൻ കുട്ടികൾക്ക് ഈ തരുണർ സ്വപ്ന സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ടാബ്ലറ്റ്സ് കൊടുക്കാന്നുള്ളതാണ്, കമ്പ്യൂട്ടർ ടാബ്ലറ്റ്സ് കൊടുക്കാന്നുള്ളതാണ്. 10,000 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ കുട്ടികൾക്ക് ഇത് കൊടുക്കാന്ന് പറഞ്ഞു. പലരുടെ അക്കൗണ്ടിൽ ഈ പൈസ വന്നില്ല. ഇറ്റ് ഗോട്ട് സൈഫൺഡ് ഓഫ്. വെൻ യു സേ ഇറ്റ് ഗോട്ട് സൈഫൺഡ് ഓഫ്, ഇറ്റ് മീൻസ് ഇത് വേണ്ടത്ര ബെനിഫിഷ്യറിയിലേക്ക് ഈ പൈസ എത്തിയില്ല. അപ്പോൾ വലിയൊരു അഴിമതി അല്ലെങ്കിൽ കറപ്ഷൻ നടന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട മമതാ ബാനർജി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാന കാര്യം, ഇത് കിട്ടാത്തതിന്റെ പോയ കാരണം ഇതിൽ ജംതാര എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ഇവർ ജാർഖണ്ഡിലുള്ള ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ ക്രൈം ചെയ്യുന്ന ഒരു ഗ്യാങ് ആണ്. ഇവർ കാരണമാണ് ഇവരിപ്പോൾ എല്ലാവരും വെസ്റ്റ് ബംഗാളിൽ വന്ന് താമസിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിജിറ്റൽ കറപ്ഷന്റെയും ഡിജിറ്റൽ സ്കാമിന്റെ ഒക്കെ പിന്നിൽ ജംതാര എന്ന് പറഞ്ഞൊരു ഗ്യാങ് ആണെന്ന് മമതാ ബാനർജി ഇപ്പോൾ പറയുന്നുണ്ട്. സോ അങ്ങനെയും ഒരു ഗ്യാങ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾസോ വെരി ഒരു ഡിഫറെന്റ് റിപ്പോർട്ടാണ് നമുക്കിവിടെ വരുന്നത്. ആർമി ഒഫീഷ്യൽ പിക്സ് അപ്പ് ലോക്കൽസ് എവ്രി ഡേ. കിഷ്ത്വാർ സർപഞ്ചോടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. സോ ദിസ് ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കോൺട്രവേഴ്സി ഓൾസോ. സോ ആർമിയിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കശ്മീരിൽ ഭയങ്കര മിലിറ്റന്റ് ഇഷ്യൂ ആസ് യൂഷ്വൽ. അവിടെ മിലിറ്റന്റ് ഇഷ്യൂ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഈ മിലിറ്റന്റ് ഇഷ്യൂ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ ആർമി എല്ലാ ദിവസവും എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സോ അങ്ങനെ ടോർച്ചർ ചെയ്ത് മിലിറ്റന്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇൻഫർമേഷനും ഇന്റലിജൻസിനും വേണ്ടി വഴിയെ കിട്ടുന്ന ആൾക്കാരെ ഒക്കെ അറസ്റ്റ് ചെയ്യാണ് ഇവർ. അപ്പം അത് സാധാരണക്കാർക്ക് അവിടെ ജീവിക്കാൻ വളരെ ഡിഫിക്കൽട്ടായി. കാരണം ആരെ വേണോ ആർമിക്ക് ചോദ്യം ചെയ്യാം, മിലിറ്റന്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. സോ അത് സാധാരണക്കാരൻ്റെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ ന്യൂസിൽ കാണാത്തതാണ്. ഇതെന്താണെന്നും കൂടെ ഇതിന് മെൻഷൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് VDG? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്.
വാട്ട് ഇസ് VDG മീൻസ് വില്ലേജ് ഡിഫൻസ് ഗാർഡ്. ഈ അടുത്ത് ഇന്ത്യൻ ആർമിയുടെയും BSF ആൾക്കാർ മരിച്ച പോലെ തന്നെ കുറെ VDF മരിച്ചു. ആരാണ് ഈ VDF എന്ന് പറയുന്നത്? വില്ലേജ് ഡിഫൻസ് ഗാർഡ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാണോ? അല്ല. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്. ഒരു മിലിറ്റൻസി അനുഭവിക്കുന്ന കശ്മീർ പോലത്തെ സ്ഥലത്ത് ഇറ്റ്സ് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ദാറ്റ് ഈസ് ബീങ് പുട്ട് ഫോർവേഡ്. എന്താണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചിനോട് ഉദ്ദേശിക്കുന്നത്? VDG എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇത് കശ്മീർ ആണെന്ന് വിചാരിക്കുക, കശ്മീർ വാലി ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഞാൻ ഇതിൽ സാധാരണക്കാരാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത്. ആൻഡ് ഇവിടെ കണ്ടോ ഞാൻ സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം മിലിറ്റൻസ് ആണ്. അവിടെയാണ് കശ്മീരിന്റെ ജോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഇഷ്യൂ. ഈ മിലിറ്റൻസും സാധാരണക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പല മിലിറ്റൻസും സാധാരണക്കാരെ പോലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ ആർമിക്കെതിരെ അല്ലെങ്കിൽ അറ്റാക്ക് അഴിച്ചുവിടും. സോ ഇങ്ങനെ വരുമ്പോൾ ദ കമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ഒരു മിലിഷ്യ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ് കോൾഡ് എ സിവിലിയൻ മിലിഷ്യ. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുന്നേ മിലിറ്റൻസിയായിട്ട് ബന്ധപ്പെട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ച ആൾക്കാർ, അവരോട് വിരുപ്പുള്ള, ഇവിടെ സമാധാനം വേണമെന്ന് വിശ്വസിക്കുന്ന സിവിലിയൻ മിലിഷ്യ, അവിടുത്തെ സാധാരണക്കാർക്ക് ചേർന്നിട്ട് അവരെല്ലാവരും കൂടെ ഒരു ആർമി ഉണ്ടാക്കിയതാണ് VDG എന്ന് പറയുന്നത്. VDG ഇസ് ദ ഫസ്റ്റ് ഇൻ ലൈൻ. ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനും ഏറ്റവും ആദ്യം ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു വിങ്ങും കൂടാണ്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആർമീനെ അറിയിക്കാനും, ചെറിയ രീതിയിൽ മിലിറ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ മിലിറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരെ തടയുന്ന ഒരു VDG. ആദ്യം വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി ആയിരുന്നു, പിന്നീടാണ് വില്ലേജ് ഡിഫൻസ് ഗാർഡ് ആയത്. ഇവർക്ക് തോക്കും അമ്യൂണിഷൻസ് ഉണ്ടോ? യെസ്. ഇന്ത്യൻ ആർമി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അത്യാവശ്യം കയ്യിലുള്ള സെൽഫ് ലോഡിംഗ് റൈഫിളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്, അത്രയും എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടി. സോ ഇങ്ങനൊരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. കശ്മീരിലും നമുക്ക് ഇവിടെയൊക്കെ VDG വില്ലേജ് ഡിഫൻസ് ഗാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ നമ്മുടെ കേരള എഡിഷൻസിലൊന്നും ഈ വാർത്ത വരില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഒന്നും വരുന്നില്ല, ഈ വാർത്തകളൊന്നും വരാറില്ല. അപ്പോൾ നമ്മളിത് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. പിന്നെ ഒരു കുറ്റം പറഞ്ഞിരിക്കുകയാണ്, UP ഗവൺമെന്റ് കംസ് അണ്ടർ ഫയർ ഓവർ ആഡ് ഔട്ട്സോഴ്സിംഗ് ഇൻ ഗോരഖ്പൂർ സിവിക് ബോഡി. വേറൊന്നുമല്ല, സിവിക് ബോഡിയിൽ ഒരുപാട് ആൾക്കാരെ, പല തസ്തികകളിലേക്ക് ആൾക്കാരെ, അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ, അങ്ങനെ പല തസ്തികകളിലേക്ക് ആൾക്കാരെ അഡ്വർടൈസ്മെന്റ് വിളിച്ചു ജോലിക്ക് വേണ്ടി. പക്ഷെ അതിൽ റിസർവേഷൻ നോംസ് പാലിച്ചില്ല എന്നാണ് പറയുന്നത്. റിസർവേഷൻ നോം ഇല്ലാതെ ലാറ്ററൽ എൻട്രി കൊടുത്തു എന്നാണ്. അപ്പോൾ അവിടുത്തെ പാർട്ടികളെല്ലാം എതിർത്തു. റിസർവേഷൻ ഇല്ലാതെ നമുക്ക് ജോലി കോൾ ഫോർ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട് ഓൾസോ. ഇന്ത്യൻ ആർമിയിൽ SC ST അല്ലെങ്കിൽ OBC റിസർവേഷൻ ഉണ്ടോ? ദാറ്റ് ഇസ് എ വെരി കീ പ്രോബ്ലം. അപ്പോൾ എവിടെയൊക്കെ ഇത് കൊടുക്കാം, എവിടെ കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ അറിയണം. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു LGBTQ+ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയാണ്. കോർട്ട് ഗ്രാൻഡ് ബെയിൽ ടു ലെസ്ബിയൻ കപ്പിൾസ് ഇൻ ചൈൽഡ് അബ്ഡക്ഷൻ കേസ്. ഇതിൽ ഒരു ലെസ്ബിയൻ കപ്പിൾ അവരിതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. LGBTQ+ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ജഡ്ജ്. LGBTQ+ കമ്മ്യൂണിറ്റി. ഇവർക്ക് കുട്ടികളില്ലല്ലോ, ഡെഫിനറ്റ്ലി ലെസ്ബിയൻസ് ആണ്, അവർ കുട്ടികളില്ല. അപ്പോൾ ഇവർക്ക് കുട്ടി വേണം, അതുകൊണ്ട് ഇവർക്ക് കുട്ടികളെ വളർത്തണം, അല്ലെങ്കിൽ ഒരു പേരൻറ്ഹുഡ് അനുഭവിക്കണം, ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്തുള്ളൊരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടീനെ സ്വന്തം കുട്ടിയെ പോലെ വളർത്താൻ തുടങ്ങി. അപ്പോൾ സംഭവം ശരിയാണ്. ആ കുട്ടീനെ ഏറ്റവും ദിവസം ഇവർ ഓൾറെഡി ജയിലിൽ പോയിട്ടുമുണ്ട്. ഈ LGBTQ+ കമ്മ്യൂണിറ്റിനെ ജയിലിൽ വിടുമ്പോൾ ജയിലിൽ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയതുകൊണ്ട് ജഡ്ജ് പിന്നെ ഇനി ജയിലിലേക്ക് വിടാതെ ബെയിൽ കൊടുത്തു. കുട്ടീനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, കുട്ടീനെ സ്നേഹിച്ച് ഉപദ്രവിച്ചു എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ അത് ഡെഫിനറ്റ്ലി ഇതിപ്പോൾ LGBTQ+ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സും കാര്യങ്ങളും ഇത്തരം ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. ഓക്കെ. സോ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ്. ഹൈക്കോടതി സ്റ്റേ കൊടുക്കാൻ, ട്രയലിന് സ്റ്റേ കൊടുക്കുന്നില്ല. കേജ്രിവാൾ ഓൾറെഡി എക്സൈസ് പോളിസി കേസിൽ ജയിലിലായിരുന്നു. അപ്പോൾ അതിന് ഇനി ട്രയലിന് സ്റ്റേ ഇല്ല. റീപെട്രോളിംഗ് വേണം, പാരാമിലിറ്ററി ഫോഴ്സസോട് ഇനിയും പോൾ ചെയ്യണം. ഇത് എല്ലാ ഇലക്ഷനും കഴിയുമ്പോൾ പറയുന്നതാണ്. ഇതേപോലത്തെ വയലൻസ് ഉണ്ടാവും, ഇലക്ഷൻ ശരിയായാലും ഇനിയും ഇലക്ഷൻ ചെയ്യണം എന്നൊക്കെ പറയും. സോ അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ശ്രദ്ധിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ മുകളിൽ ഗണ്ണ് വെച്ചു, അങ്ങനത്തെ കുറേ വാർത്ത. കോൽക്കട്ട എയർ ക്വാളിറ്റി മോഡറേറ്റ് ഇൻ നവംബർ, ഇൻഡസ്ട്രിയൽ റിപ്പോർട്ട്. അപ്പോൾ കോൽക്കട്ടയുടെ റിപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. അവിടെയും ഓൾറെഡി കുഴപ്പമില്ല, ഡൽഹി പോലത്തെ മോശമൊന്നും അല്ല. സിലിഗുരി ഡിസ്ട്രിക്ട്, സിലിഗുരി ഇസ് വളരെ ക്ലീൻ ആണെന്നാണ് പറയുന്നത്. സിലിഗുരി കോറിഡോർ എന്നൊക്കെ പറയുന്നത്, സിലിഗുരി കുറച്ചുകൂടെ ക്ലീൻ പ്ലേസ് ആണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. സോ അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഓക്കെ. ഇൻവെസ്റ്റിഗേറ്റ് കേരള മിനിസ്റ്റേഴ്സ് റിമാർക്ക് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൈക്കോടതി. ഇതിൽ സജി ചെറിയാൻ പബ്ലിക് ഇൻസൾട്ടഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് CPI മീറ്റ് 2022 അന്ന് റിസൈൻ ചെയ്തു, പിന്നെയും വന്നു എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ്റെ വായിന്ന്
കോൺസ്റ്റിറ്റ്യൂഷന്റെ വെഗൻസ്റ്റ് ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നല്ല ഡോക്യുമെന്റ് ഒന്നും അല്ല, ഭയങ്കര നിയമങ്ങളെല്ലാം വളരെ കോൺട്രറി ആയിട്ട് പോകുന്ന, ഫാക്ട്സ് ഒക്കെ വളരെ കോൺട്രറി ആയിട്ടൊരു ഡോക്യുമെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു കേസ്, ഒരു പ്രസ്താവന ഇദ്ദേഹം ഇറക്കി. അതിനുശേഷം റെസിഗ്നേഷൻ വന്നു, പിന്നെയും റീഇൻസ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോൾ ഒരു ലോവർ കോടതി പറഞ്ഞു ഇത് കുഴപ്പമില്ലാന്ന്. പക്ഷെ ഹൈക്കോടതി ഹാസ് അഗെയിൻ ടേക്കൺ കോഗ്നിസൻസ് ഓഫ് ദാറ്റ്. ഹൈക്കോടതി ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ ഹറാസ് ചെയ്ത്, കോൺസ്റ്റിറ്റ്യൂഷനെ അണ്ടർമൈൻ ചെയ്ത്, കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പോൾ ഇത് അന്വേഷിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. സോ അഗെയിൻ ദിസ് ബ്രിങ്സ് us ടു ലാർജർ ക്വസ്റ്റ്യൻ. നമ്മൾ പബ്ലിക് അല്ലെ പൊതുവേദികളൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അപമാനിക്കാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണൽ എൻ്റെ ഫീലിംഗ് ആണ്, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കോടതിക്ക് കണ്ടംപ്റ്റ് എടുക്കാം. നമ്മുടെ ടി വി ചാനലിൽ വരുന്ന ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ടി വി ചാനലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജഡ്ജ് അങ്ങനെയാണ്, ജുഡീഷ്യറി അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലോ കോൺസ്റ്റിറ്റ്യൂഷനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്. ശരിക്കും കോടതി ഇത് കണ്ടാൽ കേട്ടാൽ ശിക്ഷിക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ ടു ഹോസ്റ്റ് ഗ്ലോബൽ മീറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഡൽഹി ഫ്രം നവംബർ 25. സോ കോപ്പറേറ്റീവ്സ് ഇന്ത്യ ഒരുപാട് ഇന്ത്യയിൽ പറയുന്നുണ്ട്, ഏകദേശം ഈ ലോകത്ത് 25% കോപ്പറേറ്റീവ്സും ഇന്ത്യയിലുള്ളതാണ്. എന്താണ് ഈ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്? നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ അമൂൽ ഒരു എക്സാമ്പിൾ അല്ലേ. നമ്മൾ കുറേ കർഷകരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ കർഷക ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതൊരു അഗ്രികൾച്ചർ കോപ്പറേറ്റീവായി മാറി. അതേപോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ് ഉണ്ട്. അതേപോലെ പല തരത്തിലുള്ള കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹൗസിംഗ്, അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഉണ്ട്, ഹൗസിംഗ് കോർപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കൂട്ടായ്മ, അവരുടെ ഒരു കൂട്ടായ്മയാണ്. അതാണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. നല്ലതല്ലേ, നമുക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും അവർക്കുള്ള റൈറ്റ്സും ഒക്കെ പറ്റും. ലോകത്തിൻ്റെ 25% കോപ്പറേറ്റീവ്സും ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ടൈം ഇൻ ദ 130 ഹിസ്റ്ററി ഓഫ് ICA, ദ പ്രീമിയർ ബോഡി ഫോർ ഗ്ലോബൽ കോപ്പറേറ്റീവ് വിൽ ബി ഹോസ്റ്റഡ് ബൈ ഇന്ത്യ. 130 വർഷത്തിനുള്ളിലാണ് ICA. അപ്പോൾ എന്താണ് ഈ ICA എന്ന് പറയുന്നതും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ICA എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നുണ്ട് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇതിൽ പറയുന്നുണ്ടോ? ഇവിടെയോ പറയുന്നുണ്ട്. സോ ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ്. ഏകദേശം 107ഓളം രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. ഏകദേശം 315ഓളം ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഫെഡറേഷൻസ് ഇതിൻ്റെ ഭാഗമാണ്. മിൽക്ക്, അഗ്രികൾച്ചർ, ഹൗസിംഗ്, അങ്ങനെ പലതുണ്ട്. സോ ഇന്റർനാഷണൽ കോപ്പറേഷൻ അലയൻസ് എന്ന് പറയുന്നത് 107 രാജ്യങ്ങൾ മെമ്പറാണ്. 315ഓളം കോപ്പറേറ്റീവ്സ് ഇതിൻ്റെ ഭാഗമാണ്. അത് ഏകദേശം ഇതിന് വളരെ പഴക്കം, ഇതിന് ആർട്ടിക്കിളില്ല, ഞാൻ എക്സ്ട്രാ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 1895 ഇങ്ങനത്തെ ഒരു അലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ, 1895 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയത്തിൽ. ഇതൊന്നും ഇതിനകത്തില്ല, ഞാൻ പറയാണ്, നോട്ട് ചെയ്യാവുന്നതാണ്. ബെൽജിയത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇത്രയും വർഷത്തിന് ശേഷം ഇന്ത്യയാണ് ഈ കോപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇനി അടുത്ത ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, ഫിജിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുമില്ലേ എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. സോ ഇത്രയും ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് കണ്ടോ, 25% ഓഫ് ഇന്ത്യ കോപ്പറേറ്റീവ്സ് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിൽ എടുത്തു പറഞ്ഞ രസമുണ്ട്, ദ ഇവന്റ് ഇസ് കാർബൺ ന്യൂട്രൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസും കൂടെ ആണ്. ദ ഇവന്റ് ഇസ് കാർബൺ ന്യൂട്രൽ എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ എന്തായാലും ഇങ്ങനത്തെ ഇവന്റ് ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കാർബൺ ഓഫ്സെറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടി എന്തായാലും കുറേ എമിഷൻസും കുറേ പൊല്യൂഷനൊക്കെ വരും. നമ്മൾ ആദ്യമേ 10,000 പീപ്പിൾ മരങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്. എന്തായാലും ചെയ്യുന്നതിന് ഒരു പ്രായശ്ചിത്തം പോലെ ഞങ്ങളത് കാർബൺ ന്യൂട്രൽ ആക്കാൻ 10,000 മരം ഞങ്ങൾ ഓൾറെഡി നട്ടിട്ടുണ്ട്. ഇങ്ങനെയും ഒരുപാട്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റി ഫോർ ഓൾ എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ത്യ ഇന്റർനാഷണൽ കോപ്പറേഷൻ അലയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ന്യൂസ് വിട്ടോ? ഞാൻ കഴിഞ്ഞതിൽ ഏതെങ്കിലും ഒരു വിട്ടുപോയൊരു വാർത്ത ഇതിനകത്തുണ്ടോ എന്ന് ജസ്റ്റ് ഒരു വാർത്ത ഞാൻ ഇതിനകത്ത് വിട്ട പോലെ. ഇത് ഞാൻ പറഞ്ഞില്ല. ഇത് ഒരു കൗതുകമുള്ള വാർത്തയാണ്. നിങ്ങൾക്കൊരു നമ്മളിനി അതിനെക്കുറിച്ചൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഡൽഹിയിൽ കല്യാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നതാണ് ബാൻഡ് ബാജ ബറാത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബാൻഡും ബാജ
ബാജ എന്ന് പറഞ്ഞ ഊതുന്ന സാധനം. ബറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ ഇതൊക്കെയാണ് ബറാത്ത് എന്ന് പറയുന്നത്. ദുൽഹ ബറാത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഡൽഹിയിലെ പ്രധാനപ്പെട്ട കല്യാണങ്ങളിൽ ബാൻഡ് ബാജ ബറാത്ത് ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ കല്യാണത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ആൾക്കാർ, ഒരു 10-25 ആൾക്കാർ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ വരും. ഇവർ കല്യാണങ്ങളിൽ വരും, അവർ പങ്കെടുക്കും, അവർ ഗിഫ്റ്റ് കൊടുക്കും, അവർ ഭക്ഷണം കഴിക്കും. പക്ഷെ ഇവരെല്ലാം ഹാർഡ് കോർ ക്രിമിനൽസ് ആണ്. ഈ കല്യാണത്തിന് വന്നിട്ട് ഇവരെല്ലാം ഇതിനകത്തുനിന്ന് എല്ലാ സാധനങ്ങളും മോഷ്ടിക്കും. ദി സ്റ്റീൽ പീപ്പിൾസ് തിങ്സ്. അങ്ങനെ ലൂയി വുട്ടോന്റെ ഒക്കെ ബാഗ്, 3.5 ലക്ഷം ക്യാഷ്, കാറ്, അവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഇവർ അപ്പോൾ ഇവരുടെ ട്രെയിനിങ് പ്രോസസ്സ് പറയുന്നുണ്ട്. ഇവരെല്ലാം കൂടുതലും മധ്യപ്രദേശിലെ പല ആൾക്കാരും ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരിവിടെ വന്നിട്ട് ഭയങ്കര ട്രെയിനിങ് ആണ്. എങ്ങനെ ബാഗ്, ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് ഒക്കെ അനുസരിച്ചിട്ട് ചെറിയ കുട്ടികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവർ ബാഗ് തട്ടിയെടുക്കും. പാട്ടിൽ ഒരുവിധം കുടിച്ചു ബോധം പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാറിന്റെ താക്കോൽ എടുക്കും, ബാഗ് എടുക്കും, മൊബൈൽ ഫോൺ എടുക്കും. കംപ്ലീറ്റ് എന്താ പറയുക, ചോരി എന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ് സ്റ്റീലിംഗ് സ്പ്രീ. അപ്പൊ ഇതാണ് ബാൻഡ് ബാജ ബറാത്ത് എന്നാണ് ഇതിന്റെ പേര്, ഇങ്ങനത്തെ ഗ്രൂപ്പിന്റെ പേര്. ഗവൺമെന്റും ഇപ്പോൾ അവരങ്ങനെയാണ് ബാൻഡ് ബാജ ബറാത്ത് ഗ്രൂപ്പ് എന്നാണ് ഇപ്പൊ അവരെയും വിളിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇവിടെ എടുത്ത് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ കേരള ഗവൺമെന്റ്, പിണറായി വിജയൻ സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വരുത്തിയിട്ടില്ല. സോ അത് പറയുന്നുണ്ട്. ദിസ് പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില പിക്ചറിനകത്ത് നമുക്ക് ക്ലൂ ഉണ്ടെന്ന് പറഞ്ഞ പോലെ പരീക്ഷയ്ക്കുള്ളത്. ഇത് വലിയൊരു നല്ല ബ്യൂട്ടിഫുൾ പിക്ചറാണ് കാണിക്കുന്നതെങ്കിലും വേൾഡ് ഫിഷറീസ് ഡേ എന്ന് പറയുന്ന ഒരു സംഭവം കോമമറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വേൾഡ് ഫിഷറീസ് ഡേ എന്താണ്? വേൾഡ് ഫിഷറീസ് ഡേ എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. November 21 ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഫിഷിംഗ് ആൻഡ് November 21 ആണ് ഈ സസ്റ്റൈനബിൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് കൂടി എന്നാണ് പറയുന്നത്. 4 ലക്ഷം കോടി രൂപയാണ് കർണാടകയുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്. സോ നാഷണൽ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ, കർണാടകയാണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത്രയ്ക്കധികം ഇൻഡസ്ട്രിയാണുള്ളത്, വലുതാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് 27 year on growth and 4 lakh കയറി ഫ്രം ലാസ്റ്റ് ഇയർ 42 and further increase from last year's 42%. So already ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ഇന്ത്യൻ സോഫ്റ്റ്വെയറിന്റെ എക്സ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 42 മുകളിൽ പോയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, റഫ്ലി ഈക്വലിംഗ് 50% സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇന്ത്യയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം മേജറായിട്ടും കർണാടകയിൽ നിന്നാണ് സോഫ്റ്റ്വെയർ വരുന്നത്. ദിസ് ഇസ് ഈവൻ ഗ്രോൺ ഹയർ. സോ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയ്ക്കധികം കർണാടകയിൽ. അപ്പോൾ സോഫ്റ്റ്വെയറും IT കാര്യങ്ങളൊക്കെ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്ന് അത്രയും ഹൈ ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ടതൊരു വാർത്ത, ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ ഗോ ബാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിന്റെ കാഞ്ഞിരപ്പൊയിൽ എന്ന് പറയുന്ന, അങ്ങനെ തന്നെയാണോ പറയുന്നത്, എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഐ തിങ്ക് ദിസ് ഇസ് ഇൻ കാസർഗോഡ്. സോറി ഇഫ് ഐ എം പ്രൊനൗൺസിങ് ഇറ്റ് റോങ്. കാഞ്ഞിരപ്പൊയിൽ എന്നാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ കൻഹീര പോയിൽ എന്നൊക്കെയാണ്. ഇപ്പൊ ഇത് ഹിന്ദിക്കാരൊക്കെ ഹിന്ദി ന്യൂസൊക്കെ വായിക്കുമ്പോൾ പറയും കേരളാസ് കൻഹീര പോയിൽ എന്നൊക്കെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. നമ്മൾ പല പേരും വായിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. സോ കാഞ്ഞിരപ്പൊയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാസർഗോഡ്. ഇവിടെ നിന്നൊരു മെഗാലിത്തിക് പീരീഡിന്റെ സംഭവം കണ്ടെത്തി. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഫുട് പ്രിന്റ്സ് ആണ്, കണ്ടോ? കാലിന്റെ ഫുട് പ്രിന്റ്സ് പോലെ റോക്കിൽ കാർവ് ചെയ്തിരിക്കുകയാണ്. റോക്കിലാണ് ഇത് കാർവ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കിട്ടും. നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ റോമൻ കോയിൻ ഒക്കെ കിട്ടിയ പോലെ പറമ്പ് കുഴിക്കുമ്പോഴായിരിക്കും റോമൻ കോയിൻ കിട്ടുന്നത്. അത് നമ്മുടെ പഴയ ഹിസ്റ്ററി കാണിക്കുന്നതാണ്. സോ ഇവിടെ ഒരു മെഗാലിത്തിക് പീരീഡിൽ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഈ ഫുട് പ്രിന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. മെയിനായിട്ട് ഫുട് പ്രിന്റ് ആണ്. അത് റോക്കിൽ കൊത്തിയത് പോലെയാണ്. സോ ഒരു തരത്തിൽ ഫുട് പ്രിന്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ 4 സർക്കുലർ പിറ്റും ഉണ്ട്. 4 സർക്കുലർ പിറ്റ്സ് ആർ ഓൾസോ ദർ. ഫുട് പ്രിന്റ് ഒരു റോക്ക് ടൈപ്പിലാണ് ഇവർ അത് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സർക്കുലർ പിത്ത് ഉണ്ട്. അപ്പൊ മെഗലിത്തിക് പീരീഡ് എന്താണെന്നുള്ളത് ഹിസ്റ്ററിയിൽ പോയി നമ്മൾ പഠിക്കണം. ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്, സർക്കുലർ പിറ്റ് പറയുന്നുണ്ട്. ഇവിടെ അയൺ ടൂൾസ് ഉപയോഗിച്ചതിന്റെ പിന്നീട് ഉപയോഗിച്ചായിരിക്കാം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും സംഭവം കിട്ടുമ്പോൾ എന്താണ് ഈ പീരീഡും ഇതൊക്കെ കിട്ടുന്നതിന് ചിലർ പറയുന്നുണ്ട്, ചിലപ്പോൾ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കാൽപ്പാടുകൾ സൂക്ഷിച്ചായിരിക്കാം എന്നൊരു തിയറി ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഗോഡസിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഡിനോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ മരിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഗോഡസിനെ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കാം എന്നുള്ളതും ദർ ഇസ് ഓൾസോ എ ചാൻസ് ഫോർ ദാറ്റ്. ഇത്രയും അടിക്കും നമുക്ക് സിവിൽ സർവീസിന് ആവശ്യമുള്ളത്. നിങ്ങൾ ഹിസ്റ്ററിയിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ യു ഷുഡ് ബി വെൽ അവെയർ അബൌട്ട് ദ പീരിയഡ്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക് പീരീഡ് ഞാൻ മുഴുവൻ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഏർലി പാലോളിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ
നമുക്ക് ഒരുപാട് പീരിയഡ്സ് ഉണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ഇപ്പോൾ ഏർലി പാലോളിത്തിക് പീരിയഡ് 5 lakh BC to 1 lakh BC, മിഡിൽ പാലോളിത്തിക് പീരിയഡ് 1 lakh BC to 40,000 BC, അപ്പർ പാലോളിത്തിക് പീരിയഡ് 40,000 BC to 9,000 BC. അങ്ങനെ ഏർലി, മിഡിൽ ആൻഡ് അപ്പർ പാലോളിത്തിക് പീരിയഡ്. അപ്പർ പാലോളിത്തിക് പീരിയഡിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് പടം വരയ്ക്കുന്നത്. കേവിലൊക്കെ നമുക്ക് പടം കാണിക്കുന്നത് UPSC പ്രിലിംസ് ക്വസ്റ്റൻ ആണ്. ആ സമയത്താണ്. ഇതിന് ശേഷം നമുക്ക് പതുക്കെ കാണാൻ പറ്റും. ഇതിനിടയിൽ മൈക്രോലിത്ത് എന്ന് പറഞ്ഞ മെസോലിത്തിക് പീരിയഡ് ഉണ്ട്, ട്രാൻസിഷണറി പീരിയഡ്. മൈക്രോലിത്ത് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നുണ്ട്, പാലോലിത്തിക്. പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് നിയോലിത്തിക് പീരിയഡ് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകും ബ്രോൺസ് ഏജ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ. അപ്പൊ നിയോലിത്തിക് പീരിയഡിൽ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ഡൗൺ. അപ്പൊ ഈ പീരിയഡ് എന്ന് പറയുമ്പോൾ നിയോലിത്തിക് പീരിയഡിന് ശേഷം സ്റ്റോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മെഗാലിത്തിക് പീരിയഡ് എന്ന് പറഞ്ഞ പീരിയഡ് എവിടെയാണെന്ന് നോട്ട് ചെയ്യണം. അപ്പൊ പാലോലിത്തിക് പീരിയഡ്, അതേപോലെ തന്നെ മെസോലിത്തിക് പീരിയഡ്, നിയോലിത്തിക് പീരിയഡ്, മെഗലിത്തിക് പീരിയഡ് എവിടെ വരുന്നു. അതിനുശേഷം ബ്രോൺസ് ഏജ്, അയൺ ഏജ് ഒക്കെ ഉണ്ട്. ഓരോ ഇൻസ്ട്രുമെന്റ്സ് കിട്ടിയതുപോലെ കല്ല് കിട്ടി. പിന്നെ പതുക്കെ പതുക്കെ ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഇതൊക്കെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നെങ്കിലും പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇതിനകത്ത് വേറെയും സൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സൈറ്റ് ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പുഴയിൽ കണ്ട പോലെ തന്നെ അവലക്കി പേര എന്നാണ്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലമാണ് അവലക്കി പേര എന്നുള്ളത്. ഓർത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ കാസർഗോഡ് ഇതേപോലത്തെ സംഭവം കാണാൻ പറ്റി. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6 മുതൽ 10 ഇഞ്ച് വരെ ഉണ്ടാക്കണമെങ്കിൽ സർക്കുലർ പിറ്റൊക്കെ വരണമെങ്കിൽ കുട്ടികളുടെയും മെഡൽസിന്റെ ഒക്കെ ആവാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഒരു ലോക്കൽ ട്രഡീഷൻ എങ്ങനെയാണ് അന്നത്തെ പണ്ടത്തെ കാലത്തും സ്പ്രെഡ് ചെയ്ത് പോയത്. കർണാടക, കാസർഗോഡ് നിന്ന് ഉടുപ്പി, ഇത് അതേ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വേറെയും പറയുന്നുണ്ട്, നോർത്ത് കേരള ഇതേപോലത്തെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾക്ക് ഭയങ്കര പോപ്പുലർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. എരികുലം വലിയപ്പാറ കാസർഗോഡിൽ പറയുന്നുണ്ട്, ഒരു പഴയ ടെമ്പിൾ ഡെക്കറേഷൻ ഉണ്ട്. അതേപോലെ റണ്ണിങ് ടൈഗർ നിയർ ബംഗളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരത്തുണ്ട്. ഹ്യൂമൻ ഫിഗേഴ്സ്, ഇതിനകത്ത് ഹ്യൂമൻ ഫിഗേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹ്യൂമൻ ഫിഗേഴ്സ് ഇൻ ചീമിനി അരീത്തിപ്പാറ, ബുൾ ഫിഗേഴ്സ് അറ്റ് എട്ടുകുടുക്ക ഇൻ കണ്ണൂർ, സെലിബ്രേറ്റഡ് എടക്കൽ കേവ് ഇൻ വയനാട്. ഇതൊക്കെ നോർത്ത് കേരളയുടെ നമുക്ക് ഓർത്തു വെക്കേണ്ടതാട്ടോ. എരികുലം വലിയപ്പാറ, റണ്ണിങ് ടൈഗർ ബംഗളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി നീലേശ്വരത്തുണ്ട്, ചിമിനി അരീട്ടിപ്പാറ, എട്ടുകുടുക്ക കണ്ണൂരിലെ എടക്കൽ കേവ്സ്. ഇതെല്ലാം ഈ പേരുകൾ നിങ്ങൾ ഹിന്ദിക്കാർക്കൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കേട്ടാൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. നോർത്തേൺ കേരളയുടെ വളരെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ്, ചരിത്രത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവങ്ങളാണ്. അതിൽ എടക്കൽ കേവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഡോൾമെൻ. ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ ടെൽ യു ദിസ് ഡോൾമെൻ എന്താണെന്നുള്ളത്. സോ മെഗലിത്തിക് പീരീഡും കാര്യങ്ങളും ഇതിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ന്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും. അതേപോലെ കർബ്സ് ഇമ്പോസ്ഡ് ഓൺ ആനുവൽ ടെമ്പിൾ യാത്ര ഇൻ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. സോ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇഷ്ടംപോലെ ടൈഗർ റിസർവ്സ് ആണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് കേട്ടു, മധ്യപ്രദേശിലെ BTR കേട്ടു, ഒഡീസയിലെ സിംലിപ്പാൽ കേട്ടു. അതേപോലെ ഇന്ന് ബാന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടക. ഇതിൽ വേറൊന്നുമല്ല, ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കോർ ഏരിയയിലൂടെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലം. അതിൽ ആനുവൽ യാത്ര, ഒരു യാത്രയുണ്ട്. ദ ബലദകുപ്പെ ശ്രീ മഹാദേവ സ്വാമി ടെമ്പിൾ, വലിയ പേരാണ്. ഈ അമ്പലത്തിന്റെ ഒരു യാത്ര ഇതിലൂടെയാണ് കടന്നു പോവുക. പക്ഷേ ഈ ടൈഗർ റിസർവിനകത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര പ്രശ്നം. ഇതിന്റെ കോർ ഏരിയയിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അത് ടൈഗേഴ്സിനും ഇതിനൊക്കെ ഒരുപാട് ക്രിട്ടിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രഥയാത്ര ടൈഗറിനകത്ത് കൂടെ റിസർവിനകത്ത് കൂടെ പോകണമെന്നുള്ളതും നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എവിടെയാണെന്നുള്ളതും കിട്ടണം. സോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ടൈഗർ റിസർവ് ചോദിക്കുന്നു, യു ഷുഡ് ബി നോയിങ് ദ മാച്ച് ദ ഫോളോയിങ്ങിൽ ഓർമ്മ ഉണ്ടാവണം. ബന്ദിപ്പൂർ, BTR, സിംലിപ്പൾ, ഇതെല്ലാം ഇപ്പൊ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതും ഓർത്ത് വെക്കാം. അപ്പൊ ഈ വാർത്തയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് ഇത് കംപ്ലീറ്റ്ലി എഴുതണ്ട, ഞാനിത് ഹിന്ദുവിന്റെ ഇതിൽ വന്നതുകൊണ്ട്, ഡൽഹി എഡിഷൻ വന്നുകൊണ്ടാണ്. AI-നെ കുറിച്ച് ഇത് ഓരോന്നൊരു മെയിൻസ് ചോദ്യമാണ്. എന്താണ് ഗ്ലോബൽ കോൺസെൻസസ്? AI-യുടെ ഗവർണൻസ് ചലഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. AI ഒരു ഡെഫിനറ്റ്ലി ഒരു ഏരിയ തന്നെയാണ്, നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. അതേപോലെ വി പ്ലാൻ ടു വർക്ക് വിത്ത് അതർ സ്റ്റേറ്റ്സ്, ബെസ്റ്റ് പ്രാക്ടീസസ്, സ്റ്റുഡൻസ് മെറ്റ് ലേൺ ടു അഡാപ്റ്റ് ന്യൂ ടെക്നോളജി ഫോർ. അപ്പോൾ AI എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കണം. ഹ്യൂമൻ ഇന്റർവെൻഷൻ, എത്തിക്കൽ കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഒരു ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കി വെക്കുന്നതിനെക്കാട്ടും എത്തിക്സ്, ഈ മോഡലിന് എത്തിക്സ് വേണം. മനുഷ്യൻ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ഇതിൽ ഇന്റർവെയിൻ ചെയ്യുന്നതെന്നില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കും AI. AI is augmentative tech, not a replacement of human. എത്ര പറഞ്ഞാലും AI വന്ന ഹ്യൂമൻ റീപ്ലേസ് ചെയ്യില്ല, അത് പുതിയ സംഭവമാണ്.
AI can be an effective tool if available to clean data. അപ്പോൾ ഡേറ്റ കറക്റ്റ് ആണെന്ന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാർക്ക് സൈഡ് എന്താണ്, കുറച്ചും കൂടെ AI മോഡൽ നല്ല ട്രാൻസ്പാരൻറ്റും ബെറ്റർ ട്രേസബിലിറ്റി എന്താണ്, ജെൻസി പിള്ളേർ അല്ലെങ്കിൽ ജെനെക്സ് പറയുന്ന ആൾക്കാർ AI ആണ് ഫ്യൂച്ചറായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകൾ AIൻ്റെ പല ഭാഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ AI ഇപ്പം നമ്മളിത് പഠിക്കുന്ന എന്ത് കംപ്ലീറ്റ് അറിഞ്ഞാലും നാളെ നിങ്ങൾ സിവിൽ സർവീസിന് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ AI എന്ന് പറഞ്ഞാൽ അതിനൊരു 360 ഡിഗ്രി പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ എന്താണ് ChatGPT അല്ലെങ്കിൽ ജനറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഫുൾ സർക്കിൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഇതിന് പറഞ്ഞിരിക്കുന്ന ഓരോന്നും ഓരോ പോയിന്റാണ് AIക്ക്. ഈ ഇത്രയും ഡയമെൻഷൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡയമെൻഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഗുഡ്. ഓക്കെ, സോ പ്ലീസ് വർക്ക് ഓൺ ദാറ്റ്. പിന്നെ ഇതൊന്നും ഇവിടെ വരത്തില്ല കേട്ടോ, ഇവിടുത്തെ പേപ്പറിൽ ഉണ്ട്, എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ കേരളത്തിൽ ഇത് വരുന്നുണ്ടോ, നോട്ട് ഷുവർ. ഇവിടെ കണ്ടോ, നമ്മൾ ബന്ദിപ്പൂർ പറഞ്ഞു, ഇവിടെ റൺഥംബോർ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട രാജസ്ഥാനിലെ റൺഥംബോർ ടൈഗർ റിസർവ് ആണ്. അവിടെ ടൈഗേഴ്സും ഹ്യൂമൻസും തമ്മിൽ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ടൈഗറിനെ ഇത് ശരിക്കും നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പുലിമുരുകൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഇഫ് യു ഹവ് സീൻ പുലിമുരുകൻ മൂവി, അതിൽ നിങ്ങൾക്കറിയാം പല പുലികളും കാടിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ആൾക്കാരെ വന്നിട്ട് ആൾക്കാരെ എന്താ ചെയ്യുന്നത്, ദേ കിൽ പീപ്പിൾ. ഇവിടുത്തെ ആൾക്കാരെ കൊല്ലും, ഇവിടുത്തെ കാറ്റിൽസ്, ഇവിടുത്തെ പശു, അങ്ങനത്തെ സംഭവങ്ങളെ ആനിമൽസിനെ ഒക്കെ കൊന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇത്തരം പുലികളെ വേറെ നിവൃത്തിയില്ല, പുലിയെ കൊല്ലാനും പറ്റില്ല. ഇപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, NTC, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, പുലികൾ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പലപ്പോഴും കാണുന്നുണ്ട്, ഈ ഇതിൽ കാണുന്നുണ്ട് പല പുലികളുടെയും കർക്കാസ് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ സ്കെലിറ്റൺ ബാക്കി കിട്ടുക. അപ്പോൾ എവിടെയോ പുലിമുരുകന്മാരെ പോലത്തെ ആൾക്കാർ ഇതിൽ പറയുന്നുണ്ട്, എത്രയോ ടൈഗേഴ്സിനെ കാണാനില്ല. ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോയതായിരിക്കും, വേറെ എവിടേക്കെങ്കിലും പോയി കാണും, അല്ലെങ്കിൽ വയസ്സായി മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ടാവും. ദേ മസ്റ്റ് ഹാവ് ബീൻ പോച്ച്ഡ്. അപ്പോൾ കുറേ പുലിമുരുകന്മാർ ഉണ്ട് എന്നാണ് ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ പറയുന്നത്. കാടിറങ്ങി വരുന്ന പുലിനെ അവിടെ ചെന്ന് കൊല്ലുന്നുണ്ട് ഇവർ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യം ടൈഗർ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ആണ് ആൻഡ് റൺഥംബോർ ടൈഗർ റിസർവ്. അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്താണെന്നും കൂടെ വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട്, മൊത്തം വായിക്കാൻ നിന്നാൽ ഞാനിത് സമയം പോകില്ല. മൂവിങ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് എഡിറ്റോറിയൽ. ഇനി വളരെ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഞാനത് പോയിന്റ്സ് പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് ഒരുപാട് ന്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. സോ മണിപ്പൂരിൽ ഇവർ പറയുന്നത്, മണിപ്പൂരിൽ ഇത്രയും പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ട് കാര്യമില്ല, വി നീഡ് എ ന്യൂ ലീഡർഷിപ്പ്. വേറെ ഒന്നുമല്ല, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ബൈരൻ സിംഗ് കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ പുതിയ ലീഡർഷിപ്പ് വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് പറ്റുന്നില്ല, ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് ഹിന്ദുവിൻ്റെ ഒപ്പീനിയൻ ആട്ടോ, നമ്മുടെ ഒപ്പീനിയൻ അല്ല, ഹിന്ദു പറയുന്ന ഒപ്പീനിയൻ ആണ്. ഈവൻ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും എല്ലാവരും വിചാരിച്ചിട്ടും ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആകെ സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് CRPF ആണ്, അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസ് സ്റ്റാൻഡ് ബൈയിലാണ്. അപ്പം ശരിക്കും മണിപ്പൂർ പോലത്തെ ഒരു ഇഷ്യൂ ഇങ്ങനെ പാരാമിലിറ്ററി ഫോഴ്സസിനെ കൊണ്ട് വെടിവെച്ച് തീർക്കേണ്ടതല്ല. ഇറ്റ് നീഡ്സ് മോർ റീകൺസിലിയേഷൻ ആണ് പറയുന്നത്. ഇറ്റ് നീഡ്സ് മോർ റീകൺസിലിയേഷൻ. ചർച്ച നടക്കണം, ആ റൂട്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യണം. അതിങ്ങനെ വെടിവെച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു ലീഡർഷിപ്പ് വന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സോൾവ് ചെയ്യണം എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഐ തിങ്ക് ദ പോയിന്റ് ഇസ് ടേക്കൺ, ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റേതൊരു ക്രിക്കറ്റിൻ്റെ ആർട്ടിക്കിളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതിനകത്ത് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പുതിയ ഇത് എഴുതിയിരിക്കുന്ന ആൾക്കാർ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ, ചെയർപേഴ്സൺ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. ഐ എം അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ദ ഡോക്ടർ ഓഫ് MS സ്വാമിനാഥൻ. ഐ ഹാവ് നോ ക്ലിയർ റെക്കോർഡ്സ്, പക്ഷേ ഞാൻ ഗസ് ചെയ്യാണ്, പേര് കണ്ടിട്ടും MS സ്വാമിനാഥൻ റിസർച്ചിലും പേര് വെച്ചിട്ട് ഗസ് ചെയ്യാണ്. ഇവർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്, അതായത് ഇന്ത്യയിൽ ഒരു പുതിയ റെഗുലേറ്ററി ഏജൻസി വേണം. സിമ്പിളായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇവർ പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് EHRA എന്ന് പറഞ്ഞ് ഇവർ തന്നെ പേരിട്ടു. ഇങ്ങനൊരു റെഗുലേറ്റീവ് ഏജൻസി വേണമെന്നാണ് പറയുന്നത്. കാരണം ഇത് ഏജൻസി ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. EHRA ഇതിൻ്റെ സമ്മറി വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം, ആവശ്യമുള്ള പോയിന്റ് മാത്രം. ഇങ്ങനൊരു ഏജൻസി വന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പലപ്പോഴും എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഏജൻസി അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും പൊല്യൂഷനെ കുറിച്ചാണ് എല്ലാ എൻവയോൺമെന്റ് റെഗുലേഷനും സംസാരിക്കുന്നത്, ഹെൽത്തും കൂടെ ബെനിഫിറ്റ് ചെയ്യുന്നത്. കാരണം പൊല്യൂഷൻ എന്തോരം ഇഷ്യൂസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ തന്നെ നോക്കാൻ പറ്റും. പൊല്യൂഷൻ ചെറിയ ഇഷ്യൂസ് ഒന്നും അല്ലല്ലോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റെസ്പിറേറ്ററി ഇഷ്യൂസ് ഡൽഹിയിൽ ഒരുപാട് ഇഷ്യൂ റെസ്പിറേറ്ററി കാരണം വരാറുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസസ് വരുന്നുണ്ട്. PM 2.5 കാരണം ആൾക്കാർക്ക്, കുട്ടികൾക്ക്, വയസ്സായ ആൾക്കാർക്കൊക്കെ പ്രശ്നം വരുന്നുണ്ട്. സോ ഒരു തരത്തിൽ NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പൊല്യൂഷൻ വളരെയധികം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ, ഈ പറയുന്ന പൊല്യൂഷൻ ആസ്പെക്റ്റിനൊക്കെ എത്രയൊക്കെ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ട്, ഈ പടം ശ്രദ്ധിച്ചാൽ എത്രയൊക്കെ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ട്
എന്ന് പഠിക്കുന്ന ഒരു ഏജൻസിയും കൂടെ വരണം. അതാണ് EPRA എന്ന് പറയുന്നത്. EHRA, എൻവയോൺമെന്റൽ ഹെൽത്ത് റെഗുലേറ്ററി ഏജൻസി വന്നാൽ ഓരോ പൊല്യൂഷനും എന്തൊക്കെ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക്, അല്ലാതെ പൊല്യൂഷൻ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിൽ ഹെൽത്ത് ആസ്പെക്ട് കൂടെ വരണമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇവിടെ വരണമെന്ന് പറയുന്നത്. US ഓൾറെഡി EPA എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. US കയ്യിലുണ്ട്, ജർമ്മനിക്കുണ്ട് ഇതേപോലത്തെ ഒരു സിമിലർ നിയമം ഉണ്ട്. അതേപോലെ ജപ്പാന് ഓൾറെഡി ഇതേപോലത്തെ ഒരു നിയമം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇതൊക്കെ വേണം എന്ന് പറയുന്ന ഒരു ലാർജർ ആർട്ടിക്കിളാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി ബിറ്റ് ഓഫ് ചേഞ്ച്. ഇത് കുറച്ച് ട്രിക്കി സംഭവമാണ്. എന്താണ് ബിറ്റ് എന്ന് പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറേ വായിച്ചാൽ മനസ്സിലാവില്ല. എന്താണ് ഈ ബിറ്റ്? ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി എന്നാണ് പറയുന്നത്. ബിറ്റ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യ UAE റിലേഷനാണ് ഇവിടെ സംസാരിക്കുന്നത്. കൂടുതലും ഇന്ത്യ UAE റിലേഷനിലാണ് ഇത് കൂടുതലും ചർച്ച ചെയ്തു പോകുന്നത്. ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് അറബ്. ഇത് മൊത്തം വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഐ ടെൽ യു ദ ക്രക്സ് ഓഫ് ദിസ്. ഇവിടെ UAE ഇവിടെയാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ക്വിക്ക്ലി. ഇവിടെ ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്ററാണ്, നമ്മൾ ഇന്ത്യയിലെ ഒരു ഫേമസ് ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഞാനാണെന്ന് വിചാരിക്കുക. ടേക്ക് മൈ എക്സാമ്പിൾ, ഞാൻ എന്നെ തന്നെ വയ്ക്കാം. അർജുൻ ഇസ് ആൻ ഇൻവെസ്റ്റർ ഹിയർ. സോ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ UAE പോയിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണ്. UAE പോയിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. എക്സ് എന്ന് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യയും UAEയും ബിറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ പെട്ടെന്ന് UAE ഗവൺമെന്റ് എനിക്കെതിരെ ഒരു കേസ് എടുക്കുകയാണ്. ആർബിട്രലി, ഒരു തീരുമാനമില്ലാതെ വെറുതെ കേസ് എടുക്കുകയാണ്. എൻ്റെ സ്ഥലം, ഓഫീസ് പിടിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു UAE കമ്പനിക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി എൻ്റെ കമ്പനിയെ അടിച്ച് താഴ്ത്തുകയാണ്. ഒരു പ്രത്യേക നിയമം കൊണ്ട് എനിക്ക് ഫൈൻ അടിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയി ബിസിനസ്, ഞാൻ ആരോട് പോയി പറയും? വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എവിടെ കൊണ്ടേ കേസ് കൊടുക്കും? അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറ്റ്സ് കോൾഡ് ISDS, ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് ഇവിടെ കൊണ്ട് കേസ് കൊടുക്കാം. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയും UAEയും ബിറ്റ് സൈൻ ചെയ്തുകൊണ്ട്, ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി സൈൻ ചെയ്തതുകൊണ്ട് UAEക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യയും UAEയും ബിറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ബിറ്റ്? ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ട് UAEയിലും. കാരണം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും UAEയും തമ്മിൽ സൈൻ ചെയ്തപ്പോൾ വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കേസിന് പോവാം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന് പുറമെ ഇന്റർനാഷണൽ കോർട്ടിലേക്ക് എനിക്ക് കേസ് കൊണ്ടുപോകാം. അതും വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്റർനാഷണൽ കേസിനെതിരെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷെ അവിടെ ചെറിയൊരു മാറ്റം ഇവർ വരുത്തിയിട്ടുണ്ട്, ചെറിയൊരു മാറ്റം ഇവർ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാറ്റം ഇവർ കൊണ്ടുവന്നത് വേറൊന്നുമല്ല. ഇവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ, അങ്ങനെ എനിക്ക് UAEക്കെതിരെ ഒരു കേസ് ഉണ്ട്, ഞാൻ ഇമ്മീഡിയറ്റ്ലി ഇന്റർനാഷണൽ കോർട്ടിൽ കൊണ്ടേ കൊടുക്കുകയാണ്. ICC ഉദ്ദേശിച്ച് ഇന്റർനാഷണൽ കോർട്ടാണ്. ഇന്റർനാഷണൽ കോർട്ടിൽ കൊണ്ടേ കൊടുക്കുകയാണ്. ISDL അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് സിസ്റ്റം അവിടെ കൊണ്ടേ കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഞാൻ മിനിമം UAE ഗവൺമെന്റിന് ഞാൻ കേസ് കൊടുത്തു. 3 വർഷമെങ്കിലും ഞാൻ UAEയിൽ തന്നെ കേസ് ബാധിക്കണം. കാരണം എന്നാലല്ലേ നമ്മൾ UAEനെ റെസ്പെക്ട് ചെയ്യുള്ളൂ. 3 വർഷമെങ്കിലും UAEയുടെ നിയമം അനുസരിച്ച് ബാധിച്ചിട്ട്, എന്നിട്ടും എനിക്ക് രക്ഷയില്ലെങ്കിൽ മാത്രം ഇന്റർനാഷണൽ കോർട്ടിൽ പോകാൻ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി ബിറ്റ് ഒപ്പിട്ടാൽ ഇതാണ് ഇതിന്റെ ഗുണം. അപ്പോൾ നല്ല കാര്യമാണ്. അപ്പോൾ ഇന്ത്യ UAE തമ്മിലാണ് ബിറ്റ് ഉള്ളത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇന്നത്തെ ഫുൾ ഇതാണ്. പിന്നെ ഈ ആർട്ടിക്കിൾ കൂടുതൽ ഞാൻ വായിക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഡൂയിങ് മോർ ഹാം ദൻ ഗുഡ് ടു ഡെമോക്രസി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദ വെരി ഫേമസ് യുകെയിലെ ഏറ്റവും ടോപ്പ് മാഗസീനും ന്യൂസ് പേപ്പറുമായ ഗാർഡിയൻ എക്സ്, അതായത് ട്വിറ്റർ, എലോൺ മസ്കിന്റെ എക്സിൽ ഇനി പോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളില്ല ഇനി. കാരണം അത്രയും ടോക്സിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് എലോൺ മസ്കിന്റെ പ്ലാറ്റ്ഫോം എന്നാണ് ഇവർ പറയുന്നത്. ഇത്തരം പ്ലാറ്റ്ഫോമിലും ഇത്തരം സെൻസർഷിപ്പും അല്ലെങ്കിൽ ഇത്രയും തോന്നിയ പോലത്തെ ഒരു സംഭവം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളിനി വാർത്ത ഇടില്ല എന്നാണ് പറഞ്ഞത്. ഇവരോടൊപ്പം ഒരുപാട് ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും പറഞ്ഞ് ഞങ്ങളിനി എക്സിൽ ഒന്നും പ്രസിദ്ധീകരിക്കില്ല. അത്ര ടോക്സിക് ആണ്. സോ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഇന്ന് ബെനിഫിറ്റ് ആണോ മോശമാണോ, ന്യൂസ് പേപ്പേഴ്സിനൊക്കെ എത്രത്തോളം ബെനിഫിറ്റ് ഉള്ളെന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പോകുന്നത്. അതിൽ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, സോ ക്വിക്ലി മൂവിങ് ഓൺ ടു ദ നാഷണൽ ന്യൂസ്. ഇതിലെ പൊളിറ്റിക്കൽ വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ബൂത്ത് തല്ലിപ്പൊളിച്ചിന് ഒരുപാട് ആൾക്കാർക്ക് അറസ്റ്റ് വന്നിട്ടുണ്ട്.
ജമ്മു കാശ്മീരിലെ മൾട്ടിപ്പിൾ റീജിയൻസിൽ സെർച്ച് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഓൾറെഡി വായിച്ചാണ്, ഒരു വീട്ടിൽ ആർമി കയറി എല്ലാവരെയും പരിശോധിക്കുന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തുന്നുണ്ട് മിലിറ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ജാർഖണ്ഡിൽ 67% വോട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഗുഡ് വോട്ടിംഗ് ടേൺ ഔട്ട് 67-75 വരുന്ന നല്ല ടേൺ ഔട്ടാണ്. കുക്കീസോ മിലിറ്ററി അവിടെ CRPF-നെതിരെ വയലേഷൻ നടക്കുകയാണ്. ഒപ്പോസിഷൻ എക്സ്റ്റൻഷൻ ഫോർ JPC വഖഫ് ബിൽ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു 10 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്താണ്. ഓൾറെഡി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടെന്നറിയാം. വഖഫ് ബില്ല് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് വഖഫ് അമെൻമെന്റ് ആക്ട്? ഓൾറെഡി നിങ്ങൾക്കറിയാം വഖഫ് എന്താണെന്നും. മുസ്ലിംസ് അവരുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, അസറ്റ്സ്, കാര്യങ്ങളെല്ലാം എന്തെങ്കിലും സ്കൂളോ കോളേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്നത്, അത് മാനേജ് ചെയ്യുന്നതാണ് വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് വിന്റർ സെഷനിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ഇവർ ഓൾറെഡി JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഇതിന്റെ ചെയർമാൻ ജഗദംബിക പാലിനെതിരെ കേസ് കൊടുത്തിരുന്നു. വഖഫ് ബാക്കിയുള്ള മുസ്ലിം മെമ്പേഴ്സ് കേസ് കൊടുത്തിരുന്നു, പരാതി പറഞ്ഞിരുന്നു. കാരണം ഇവർ പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ്, ചർച്ച ചെയ്യാൻ ടൈം തരുന്നില്ല. അതേപോലെ തന്നെ 19 ഇവർ വിന്റർ സെഷനിൽ തന്നെ ഷോർട്ട്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കൊടുക്കുകയാണ് വഖഫ് ബില്ലിന്റെ. അപ്പം മെമ്പേഴ്സ് പറയാണ്, ഞങ്ങൾക്ക് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സമയം കിട്ടിയിട്ടില്ല, അപ്പൊ ഇത് പെട്ടെന്ന് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി അപ്പൊ വഖഫ് ബില്ലും എന്താണ് വഖഫ് അമെൻമെന്റ് ബില്ല്, ഗവൺമെന്റ് കൂടുതൽ പവർ എടുക്കുന്നുണ്ട് വഖഫ് മാനേജ്മെന്റിൽ നിന്നാണ് പുതിയ ബില്ല് വരുന്നത്. അതാണ് ഇവർ ഇത്രയും പ്രതിഷേധിക്കുന്നത്. സോ വിന്റർ സെഷനിൽ കൊടുക്കുന്നു പറയുന്നത്. സോ അഗൈൻ പാർലമെന്റിൽ എത്ര സെഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയും. പ്ലീസ് റിമെമ്പർ ദർ ഇസ് സംതിങ് കോൾഡ് ദ ബഡ്ജറ്റ് സെഷൻ ഉണ്ട്. അത് പൊതുവെ ലേറ്റ് ജനുവരി, ഫെബ്രുവരി, മാർച്ചോടെ തീരുന്നതാണ് ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും മൺസൂൺ സെഷൻ ഉണ്ട്. മൺസൂൺ സെഷനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബില്ലും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്, ബില്ല് പാസേജ് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ അവസാനം വിന്റർ സെഷൻ ഉണ്ട്, വളരെ ചെറിയതാണ്, നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ചെറിയ സെഷനാണ്. അപ്പൊ പാർലമെന്റിൽ ഇത്ര സെഷൻ പാടുള്ള നിർബന്ധമൊന്നുമില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടൊന്നുമില്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ അഡീഷണൽ സെഷൻസ് വിളിക്കാം ഇഫ് he or she ഡീംസ് ഫിറ്റ്സ്. വേണമെങ്കിൽ എക്സ്ട്രാ സെഷൻ വിളിക്കാം. പക്ഷെ 2 സെഷൻ തമ്മിലുള്ള ഗ്യാപ്പ് 6 മാസത്തിന് മുകളിലാവാൻ പാടില്ല. ഗോ ബാക്ക്. ഇത് പറയുമ്പോൾ എന്താണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി? കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റി പോയി പഠിച്ചു, എത്ര സെഷൻസ് ഉണ്ട്, പാർലമെന്ററി സെഷൻസിനെ കുറിച്ച് പൊളിറ്റിയിൽ പോയി പഠിക്കണം. പ്ലീസ് ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒരു റീഡയറക്ഷൻ തരികയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതേപോലെ സഞ്ജയ് മൂർത്തി പുതിയ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അഗെയിൻ UPSCക്ക് നമുക്കൊരു സംഭവം കിട്ടുകയാണ്. എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? വൈ ഇസ് ദിസ് ബോഡി ഇമ്പോർട്ടൻറ്റ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ആരെയാണ് CAG ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? IAS-കാരനെയാണോ? എന്താണ് ക്രൈറ്റീരിയ? എന്ത് ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടാണ് CAG-ന്? കാരണം ഇതിലൊരു IAS-കാരനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോണ്ട് യു തിങ്ക് എന്താണ് സാധാരണ ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ 1989 ബാച്ച് IAS ഓഫീസറിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഹിമാചൽ പ്രദേശ് കാഡറിലുള്ള. വൈ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് CAG സെലക്ട് ചെയ്യപ്പെടുന്നത്? എത്ര വർഷം CAG ആയിട്ടിരിക്കും? ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആർക്ക് സബ്മിറ്റ് ചെയ്യും? എന്തിന് സബ്മിറ്റ് ചെയ്യും? ഏതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം? എന്തിനെ കുറിച്ചിട്ടൊക്കെ CAGക്ക് ഓഡിറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആൻഡ് വിയറ്റ്നാമിലെ ഓൾറെഡി ഡിസ്കഷൻ നടക്കാനില്ല. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ADMM, ഏഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ പ്ലസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ ASEAN രാജ്യങ്ങളും 8 പ്ലസ് രാജ്യങ്ങളും എക്സ്ട്രാ രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബുദ്ധിസം വഴി, നമുക്ക് ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾ വഴി പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ബുദ്ധിസം എടുത്തു പറയുമ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ അഗൈൻ വി ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഇസ് ബുദ്ധിസം, ദി ഐഡിയൽസ് ഓഫ് ബുദ്ധിസം എക്സെട്ര. അത് നമുക്ക് അതിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഫേം ഓഫ് എയർ ടു എയർ റീഫ്യൂലിംഗ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എയർ ടു എയർ റീഫ്യൂലിംഗ് നിങ്ങൾ സിനിമയിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഇത് കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഒരു പ്ലെയിൻ ഇതേപോലെ ഉണ്ടാവും. പ്ലെയിൻ ആകാശത്ത് പോകുന്ന സമയത്ത് ഫ്യൂല് തീർന്നു പോകണം. എന്ത് ചെയ്യും? നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വി ഡോണ്ട് ഹാവ് എ ലാൻഡിംഗ് സ്ട്രിപ്പ് എനിവെയർ നിയർ ആൻഡ് വി വിൽ നോട്ട് മേക്ക് ഇറ്റ് ടു ദ ലാൻഡിംഗ് സ്ട്രിപ്പ് ഈദർ. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഫ്യൂൽ ബാക്കപ്പ്. സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? എന്ത് ചെയ്യും? സോ എയർ ടു എയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറൊരു പ്ലെയിൻ ഇതേപോലെ പാരലലി വരും. ആ എയർക്രാഫ്റ്റ് വന്നിട്ട് ഇതിനകത്തുനിന്ന് പറന്നുകൊണ്ട് തന്നെ പറക്കുന്ന സമയത്ത് തന്നെ ഇവർ എയർ ടു എയർ റീഫ്യൂൽ ചെയ്തിട്ട് തിരിച്ചു പോകും. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് എൻ എഗ്രിമെന്റ് ടു ഡു ദിസ്. എയർ ടു എയർ റീഫ്യൂലിംഗ് എന്താണെന്നും കൂടെ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് കോട്ട്സ് സജസ്റ്റ്, ഇത് സിനിമാറ്റിക് സംഭവം കേട്ടോ, ഇത് സിനിമയിൽ കാണുന്ന പോലെയാണ് ഈ വാർത്ത. യാസിൻ മലിക്കിന്റെ വാർത്ത ഉറപ്പായിട്ടും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. യാസിൻ മലിക് ഇസ് എ വെരി നോൺ മിലിറ്റന്റ്, ഒരു കാശ്മീരി സെപ്പറേറ്റിസ്റ്റ് ആണ് യാസിൻ മലിക്.
ഓൾറെഡി 1989 4 എയർഫോഴ്സ് ആൾക്കാരെ കൊന്നതിന്റെ കേസ് ഇപ്പോഴും ആൾക്കെതിരെ ഉണ്ട്. സോ ആൾ തിഹാർ ജയിലിലെ സെല്ലിലാണ്. സോ ഒരു പുതിയ കേസിന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് യാസിൻ മലിക്കിനെ കശ്മീരിലെ കോടതി, ജമ്മു കാശ്മീരിലെ ഇതിൽ പറയുന്നുണ്ട്, ഫിസിക്കൽ പ്രസൻസ് പറയുന്നുണ്ട് ജമ്മു കോടതിയിൽ, നേരിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പക്ഷേ CBI വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട്. CBI പറയുന്നുണ്ട് യാസിൻ മലിക്കിനെ ഒരു കാരണവശാലും ജമ്മുവിലേക്ക് തിഹാർ ജയിലിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ കാണുന്ന പോലെ പോകുന്ന വഴിക്ക് സാബോട്ടാഷ് സംഭവിക്കാം, ഇയാളെ രക്ഷപ്പെടുത്താം, ബ്ലാസ്റ്റ് ചെയ്യാം. വി ആർ നോട്ട് റെഡി ടു ടേക്ക് റിസ്ക്. യാസിൻ മലിക്കിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തിഹാർ ജയിലിൽ സെപ്പറേറ്റ് സ്പെഷ്യൽ കോടതി ഉണ്ടാക്കി വെക്കും. ഇയാൾ ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ പറ്റില്ല. മൂവ് ചെയ്താൽ ഇയാളെ പിടിച്ചതെല്ലാം ഇവർ ചിലപ്പോൾ അറ്റാക്ക് നടത്തും. സോ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സീനാണ് യാസിൻ മലിക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. സോ ബാക്കി ഇത് കണ്ടോ, ഇത് മൊത്തം അദാനിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈബറി സ്കീം ടു ബാങ്ക് ലുക്രേറ്റീവ് ഇതിൽ പറയുന്നുണ്ട്, ഇതിനകത്ത് കംപ്ലീറ്റ് പറയുന്നുണ്ട് ആ സോളാർ ഡീല് കിട്ടാൻ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എത്ര കോടി രൂപയാണ് സോളാർ ഏജൻസിക്ക് കൊടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. അത് എങ്ങനെ കൊടുത്തു, ആരൊക്കെ കൈപ്പറ്റി എന്നാണ് പറയുന്നത്. ഇതൊരു വാർത്ത. തമിഴ്നാട്ടിലെ മിനിസ്റ്റർ പറയാണ്, ആദ്യം ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസരം വരുമ്പോൾ എല്ലാവരും തള്ളിപ്പറയുന്നെന്ന് പറയുന്ന പോലെ ഇപ്പോൾ അവരങ്ങോട്ട് പറയാണ്. തമിഴ്നാട്ടിൽ പറയുന്ന പ്രധാന വാർത്തയാണ്, തമിഴ്നാട് ഹാസ് നോ കൊമേഴ്ഷ്യൽ ലിങ്ക് വിത്ത് അദാനി ഗ്രൂപ്പ്. നമുക്ക് ഒരു പ്രൊജക്റ്റ് പോലും അദാനി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങൾക്കില്ല. വി ആർ ക്ലീൻ. അമേരിക്കൻ റിപ്പോർട്ട്, ഞങ്ങൾ ക്ലീൻ ആണ്. ഫോമർ ആന്ധ്രാപ്രദേശ് CM അക്യൂസ്ഡ് ഓഫ് ടേക്കിംഗ് 1750 കോടിയാണ് പവർ പർച്ചേസ് ഡീൽ YS ജഗൻമോഹൻ റെഡ്ഡി വാങ്ങിയതെന്നാണ് അമേരിക്കയുടെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇൻഡിക്മെന്റ് പറയുന്നത്. അവർ അമേരിക്ക എന്ന് പറയാണ്, ജഗൻമോഹൻ റെഡ്ഡി 1750 കോടി രൂപ അദാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അമേരിക്കയിൽ നിന്ന് ഇത് പറഞ്ഞിട്ട് അവർ എത്രയും ഡാമേജ് അമേരിക്കയിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. പിന്നെ അദാനി വിൽ നോട്ട് ബി അറസ്റ്റഡ് ബിക്കോസ് ഈസ് ദ ഫ്രണ്ട് ഓഫ് മോഡി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ പൊളിറ്റിക്കൽ വാർത്തകളും അദാനിയാണ് മൊത്തം നടക്കുന്നത്. അടുത്ത പേജും ഇത് കണ്ടോ. അടുത്തത്, യു ഷുഡ് ബി ഹാവിങ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. SCCI ഇതും പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന് ചോദിക്കാവുന്നതാണ്. ഇവരാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണ് SCCI എന്ന് പറയുന്നത്. ഇവർ ആണ് നോഡൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിന്യൂവബിൾ പ്രോജക്ട്സ് ഇൻ ഇന്ത്യ ഹാസ് നോട്ട് ബീൻ മെൻഷൻ. അദാനിയുടെ കേസിൽ ഇവർ പൈസ വാങ്ങിയെന്ന് പറയുന്നത് അവരിവിടെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഒരു രൂപ പോലും അങ്ങനെ വാങ്ങിയിട്ടില്ല, തെറ്റാണ്. സോ ഇറ്റ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിന്യൂവബിൾ പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ. ഇത് പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. SCCI is the nodal agency for implementation of renewable projects in India. True or false? True. കറക്റ്റ് ആണ്, SCCI. സോ അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ വാർത്തകളൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് നോഡൽ ഏജൻസി റിന്യൂവബിൾ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് സെസി. ഇനി സെസിയെ കുറിച്ച് 2 എക്സ്ട്രാ വാക്ക് പറയാം. സെസി എന്ന് പറയുന്നത് സോളാർ എനർജി, ഇതൊരു CPSU ആണ്. ഇറ്റ് മീൻസ് CPSU മീൻസ് സെൻട്രൽ പബ്ലിക് സർവീസ് അണ്ടർടേക്കിംഗ് ആണ്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് CPSU എന്ന് പറയുന്നത്. സോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് MNRE ആണ്. മിനിസ്ട്രി ഓഫ് MNRE എന്താണ് ഉദ്ദേശം? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജിയുടെ കീഴിലാണ് CPSU വരുന്നത്. ഇതൊക്കെ ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ആണ്. SECI is a CPSU. SECI is working under SECI is the nodal agency for renewable projects in India. It is actually working under MNRE. Which of the following are true? All statements are true. ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രിലിംസിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അദാനി മൊത്തം അദാനിയാണ്. ശ്രീലങ്കയുടെ ഇപ്പോൾ എക്സ്പേർട്സ് പറയാണ്, ശ്രീലങ്കയിൽ ഒരുപാട് പ്രൊജക്ട്സ് അദാനിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എത്രയോ പലതിലും ടെൻഡർ പോലും വിളിച്ചിട്ടില്ലെന്നാണ് ഇതിൽ ഈ അദാനി ഗ്രീൻ എനർജി $442 മില്യൺ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ മാന്നാറും പൂൻകെരം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പലതിലും ടെൻഡർ പോലും ഇല്ല, ബാക്ക് ഡോർ ഡീലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രീലങ്ക വളരെ കോഷ്യസ് ആയിട്ടാണ് ഇനി അദാനി ഡീൽ വേണ്ടോന്ന് പുതിയ പ്രൈം പ്രസിഡന്റ് ദിസനായക തീരുമാനിക്കുകയാണ്. കെനിയ ക്യാൻസൽസ് അദാനി ഡീൽ. അദാനിയായിട്ടുള്ള ഡീൽ കെനിയ ക്യാൻസൽ ചെയ്തു. അതാണ് അടുത്ത വാർത്ത. ബാംഗ്ലാദേശിന്റെ പവർ ഡീലിലും US പ്രശ്നത്തിന് ശേഷം വളരെയധികം ചർച്ച നടക്കുകയാണ്. അദാനിയുടെ പവേഴ്സ് ഓൾറെഡി ബാംഗ്ലാദേശിൽ ഒരുപാട് സ്ഥലത്തിൽ 1600 മെഗാവാട്ട് പവർ ഡീലൊക്കെ ഉണ്ട്. അദാനിയുടെ ഗ്രൂപ്പും അവിടുത്തെ ലോക്കൽ ഗൊഡ പവർ പ്ലാന്റ് ഇൻ ബാംഗ്ലാദേശ്. സോ ഗൊഡ പവർ പ്ലാന്റ് ഗൊഡ എന്ന് പറഞ്ഞ എവിടെയാണ്? ഗൊഡ പവർ പ്ലാന്റ് ബാംഗ്ലാദേശിലൊക്കെ ഉണ്ട്. ഇത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള ചർച്ചയിലാണ്. CPI പറയുന്നത് അദാനിയുടെ ബ്രൈബറി അലിഗേഷൻ അന്വേഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടോ. ഇത് മാത്രമല്ല, അദാനിയുടെ സ്റ്റോക്ക് ബിസിനസ് ന്യൂസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കയറിപ്പോവാം. അദാനിയുടെ സ്റ്റോക്സ് കംപ്ലീറ്റ്ലി താഴെ പോയെന്നാണ് പറയുന്നത്. എത്ര കോടി രൂപ നഷ്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ അദാനിയുടെ മേജർ ആയിട്ടുള്ള ഷെയർസ് ഒക്കെ താഴെ പോവാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിനകത്ത് ഇനിയുണ്ട്.
അപ്പോൾ ഇതാണ് അദാനി സ്പെഷ്യൽ വാർത്തകൾ. ഇതാണ് അദാനി സ്പെഷ്യൽ വാർത്ത. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇതിൽ സമയം ഞാൻ വളരെ കുറച്ച് ഇതുണ്ട്. ഇന്ന് ബിസിനസ്സിൽ ഒരുപാട് വാർത്തകളുണ്ട്. സെബി നിക്സസ് 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാൻഡേറ്റ് ഇൻ പബ്ലിക് ഇഷ്യൂസ്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് IPO. പലരും പറയാറില്ല IPOക്ക് പോകാൻ പോകണം. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് നമ്മളൊരു കമ്പനിയാണ്, നമ്മൾ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പബ്ലിക് ഷെയറിലേക്ക് പോവാണ്. അതായത് നാളെ തൊട്ട് ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ പേര് അർജുൻ ഇങ്ക് എന്ന് വേണമെങ്കിൽ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, അർജുൻ ഇങ്ക്. ഇത്ര നാളെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. IPO ഇട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഷെയർ ട്രേഡിംഗ് സമയത്ത് നിങ്ങൾക്ക് അർജുൻ ഇങ്കിന്റെ സ്റ്റോക്ക് വാങ്ങാം. ഉദാഹരണം ഞാനൊരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിളായിട്ട്. സെല്ലേഴ്സ് നമുക്ക് പബ്ലിക്കിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു നിയമമുണ്ട്. ഇപ്പോൾ ഞാനൊരു കമ്പനി അർജുൻ ഇങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. എൻ്റെ ടോട്ടൽ റേസിംഗ് ടാർഗറ്റ് എനിക്ക് 100 കോടി റേസ് ചെയ്യണം മാർക്കറ്റിൽ നിന്ന്. ഏകദേശം 1 ബില്യൺ റുപ്പിയാണ്, 1 ബില്യൺ. 100 കോടി എനിക്ക് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഷെയർ വാങ്ങാൻ ആൾക്കാർക്ക് വാങ്ങാം. 100 കോടി എനിക്ക് റേസ് ചെയ്യണം. ഇങ്ങനെ IPO ഇടുന്ന സമയത്ത് പണ്ട് ഇങ്ങനെ 100 കോടി എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ 1 crore 100 crore എനിക്ക് ഇടണമെങ്കിൽ ഞാൻ ഇതിൻ്റെ 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണം. അപ്പോൾ 100 കോടിയുടെ 1% എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ്. അപ്പോൾ ഞാൻ അർജുൻ ഇങ്ക് എന്ന കമ്പനി ഉണ്ടാക്കണമെങ്കിൽ സെബി പറയുകയാണ് ഓൾറെഡി ഞാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണമെങ്കിൽ ഞാൻ ഈ 1%, 100 കോടിയാണ് എൻ്റെ റേസിംഗ് ടോട്ടൽ വാല്യൂ ഓഫ് യുവർ IPO. വാട്ട് ഇസ് എ ടോട്ടൽ IPO ഉണ്ടെങ്കിലേ നമുക്ക് IPO എന്ന് പറയുമ്പോൾ ഷെയർ പബ്ലിക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും തോന്നിയ പോലെ എല്ലാ കമ്പനിക്കൊന്നും IPO പോകാൻ പറ്റുന്നില്ല. അതിന് കൃത്യമായ ഇതുണ്ട്, ഇത്ര കോടി രൂപ, ഇത്ര ടേൺ ഓവർ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മീറ്റ് ചെയ്തു. 100 കോടി റേസ് ചെയ്യണം, 1% ഞാൻ സെക്യൂരിറ്റി കെട്ടണം. പക്ഷെ സെബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് ഈ 1% ഇനി മുതൽ കെട്ടി വെക്കണ്ട. കാരണം അതും കൂടെ റിലാക്സേഷൻ ആയിക്കോട്ടെ, കമ്പനികൾ കുറച്ചും കൂടെ IPO ഇട്ടോട്ടെ എന്നല്ലേ. പക്ഷെ പല ആൾക്കാരും ഇത് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഈ കോഷൻ ഇല്ലാതെ വന്നാൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചെറിയ വാർത്തയാണെങ്കിലും ഇതിൽ വലിയ കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. IPO കണ്ടോ, അടുത്ത IPOനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത് അദാനിയുടെ ഡീല് പോയതും ഇതിന് പോയതും ഒക്കെ 2 പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2 കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നാറ്റ്കോ ഫാർമ ഹാസ് സബ്മിറ്റഡ് അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആൻഡ് ഇതൊരു മരുന്നിൻ്റെ കേസാണ്. ഇപ്പോൾ അതിൽ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. ഞാൻ ഈ 2 വാർത്ത പറയുന്നവരും ഇതൊരു സർപ്രൈസിങ് വാർത്തയായിട്ടാണ് കാണുന്നത്. BSNL ഗെയിൻസ് പ്രൈവറ്റ് ടെലികോസ് ലൂസ് 1 crore സബ്സ്ക്രൈബർ. ഭയങ്കര അത്ഭുതമായിട്ടാണ് പറയുന്നത്. BSNLന് റിലയൻസ്, ഭാരതി എയർടെൽ, വോഡഫോൺ എല്ലാവർക്കും ഏകദേശം 1 കോടി വയർലെസ് സബ്സ്ക്രൈബേഴ്സ് ആണ് നഷ്ടപ്പെട്ടത്. They lost 1 crore സബ്സ്ക്രൈബേഴ്സ്. ട്രൈയുടെ കണക്ക് വെച്ചിട്ടാണ്. ആൻഡ് BSNL ഹാസ് ആഡഡ് 8.5 lakh മൊബൈൽ യൂസേഴ്സ്. BSNLന് ജിയോയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ BSNLന് 8 ലക്ഷം ആൾക്കാർ മൊബൈൽ യൂസേഴ്സ് കയറുകയാണ്. അവർക്ക് അത്രയും 1 കോടി വയർലെസ് ഡേറ്റ യൂസറിന് നഷ്ടപ്പെടുകയാണ്. BSNL പ്രൈസോ കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. BSNL ഹാസ് ആഡഡ് 8.49 lakh ടു ദ വയർലെസ് സബ്സ്ക്രൈബർ ടാലി. അവരുടെ വയർലെസ് സബ്സ്ക്രൈബറിൽ അവർ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റവർക്ക് 1 കോടി സബ്സ്ക്രൈബേഴ്സ് പോവുക ചെയ്തത്, ജിയോയ്ക്കും വോഡഫോണിനും എയർടെലിനും. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ ഇനി ഈ 2 ന്യൂസ് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം ക്ലിക്ക് ആവണം. റുപ്പി ഫോൾസ് ടു ഓൾ ടൈം ലോ ഓഫ് 84 പോയിന്റ്. ഇതെന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ, ഡീവാല്യുവേഷൻ, റീവാല്യുവേഷൻ ഒരു കോൺസെപ്റ്റ് പഠിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കി തരാം. ഇതോടെ മെയിൻ ടോപ്പിക് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 84.50 എന്ന് പറയുമ്പോൾ റുപ്പി ഹാസ് അതായത് ഇത് ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് റുപ്പി ഹാസ് ബിക്കം വീക്കായി എന്നാണ് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കൂടുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. $1 എന്ന് പറയുന്നത് 80 രൂപയാണെന്ന് വിചാരിക്കാം പണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 80 രൂപയാണ്. ഇപ്പോൾ അത് $1 എന്ന് പറയുന്നത് 84 രൂപയായി. പണ്ട് 80 രൂപയായിരുന്നു. അപ്പോൾ ഈ 80 രൂപയിൽ നിന്ന് റുപ്പി 84 രൂപയായി, 84 രൂപ 50 പൈസയായി മാറിയതിനെയാണ് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദ റുപ്പി ഹാസ് ബിക്കം വീക്ക്. അത് എന്തിൻ്റെ വീക്കാണെന്ന്, വീക്ക് എന്ന് പറയാൻ കാരണം എന്താ? ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായി. ഇനി ഇതിന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാൻ 2 കാര്യം കൂടെ പെട്ടെന്നൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡോളർ വീക്കാവാൻ പല കാരണമുണ്ട്. ഇതിൽ പറയുന്ന കാരണം ഈവൻ അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വീണപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ അദാനി ഈസ് ദ സിമ്പിൾ ഓഫ് അത്രയും വലിയ സ്റ്റോക്ക് ബിഗ് പ്ലെയർ അല്ലേ. അപ്പം ഒരുപാട് ആൾക്കാർ പൈസ ഇവിടെ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയി.
അപ്പൊ സ്റ്റോക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ പൈസ പുൾ ഔട്ട് ചെയ്യുമ്പോഴും ഔട്ട്ഫ്ലോ വരുമ്പോഴും സ്റ്റോക്കൊക്കെ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് എടുത്തു പോകാൻ അദാനിയൊക്കെ പൊട്ടിയില്ല, പിന്നെ ഇന്ത്യയിൽ ഇട്ടിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് പൈസ ഒക്കെ എടുത്തു പോയി. അങ്ങനെ വരുമ്പോഴും പൈസ ഇതേപോലെ വരാം. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോഴും റുപ്പി ഇതേപോലെ വീഴാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ ചെറിയ കാര്യത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് റൈസും കാര്യങ്ങളും. ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം മനസ്സിലായി. ഇപ്പം നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വി ഹാവ് എ സോഫ്റ്റ്വെയർ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് സബ്സ്ക്രിപ്ഷൻ US സബ്സ്ക്രിപ്ഷൻ ഡോളറിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് $1 എനിക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് വിചാരിക്കാം. 80 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ വിത്ത് ദിസ്, അടയ്ക്കാം. പക്ഷെ നാളെ എൻ്റെ കയ്യിൽ ആകെ 80 രൂപയേ ഉള്ളൂ. അതാണ് എൻ്റെ മാക്സിമം എന്ന് വിചാരിക്കുക. നാളെ ഞാൻ അടുത്ത മാസം സോഫ്റ്റ്വെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ $1 ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഡോളറിൻ്റെ വില 84 രൂപ 50 പൈസ ആയെങ്കിൽ, ഇതേപോലെ വീക്ക് ആയെങ്കിൽ ഞാൻ ഒന്ന് പെട്ടില്ലേ, ഞാൻ ബുദ്ധിമുട്ടിയില്ലേ? എൻ്റെ കയ്യിൽ 4 രൂപ 50 പൈസ ഇല്ല. അപ്പം ഞാൻ ഈ പൈസ കടം വാങ്ങിക്കേണ്ട സിറ്റുവേഷനാണ്, ലോൺ എടുക്കേണ്ട അവസ്ഥ. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോളറിൻ്റെ വില 80-84 ആയപ്പോൾ റുപ്പി വീഴാണ് ചെയ്തത്. റുപ്പിയുടെ വാല്യൂ പോവാണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി ബാഡ് ഫോർ മീ. എന്നെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഡോളറിൽ പർച്ചേസ് ചെയ്യുന്ന എനിക്ക് നഷ്ടം വരികയാണ്. 4 രൂപ 50 പൈസ ഞാൻ എക്സ്ട്രാ കണ്ടെത്തണ്ടേ? ഞാനിത് എവിടെ പോയി കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം വരികയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീക്ക് ആവുക എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാത്രമല്ല, ഇന്ത്യക്ക് കടം കൊടുക്കാൻ പാടാണ്, അല്ലെങ്കിൽ കടം അടയ്ക്കാൻ പാടാം. പണ്ട് ഇന്ത്യക്ക് $1 കടം അടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് $1 കടം അടയ്ക്കണം. അമേരിക്കയിലേക്ക് ഇൻട്രസ്റ്റ് പലിശ അടയ്ക്കണം. എടുത്ത കടത്തിന് $1 അടയ്ക്കണം, 80 രൂപ അടയ്ക്കണം. പക്ഷെ ഇപ്പോൾ കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ 84 രൂപ അടയ്ക്കണം. അപ്പം നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് 4 രൂപ 50 പൈസ ഇനിയും കണ്ടെത്തണം. സോ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് പലതും ഡോളറിലാണ്. ഈ ഡോളറിൽ അപ്പോൾ ഈ ഡോളർ ഇങ്ങനെ 84, ഇനി നാളെ ആലോചിച്ച് നോക്കുക, 84 100 രൂപയെന്ന് വിചാരിച്ചോ, ഇന്ത്യൻ റുപ്പി നശിച്ചു പോയില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നാളെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് 100 രൂപ കൊടുക്കണം. അപ്പോൾ 80 രൂപ എൻ്റെ കയ്യിലുള്ളൂ, 20 രൂപ ഞാൻ കടം വാങ്ങിക്കണം. സോ ഇറ്റ്സ് ഹേർട്ടിങ് അസ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. തിരിച്ചാലോചിച്ച് നോക്കിയാൽ മതി. ഇനി തിരിച്ച് നമ്മൾ ഇത് എങ്ങനെ വേണം ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ബെനിഫിറ്റാണ്, അമേരിക്കക്കാർക്ക് ബെനിഫിറ്റാണ് ഡോളർ ഇന്ത്യൻ റുപ്പി വാങ്ങിക്കുമ്പോൾ. കാരണം അവർക്ക് പണ്ട് 80 രൂപയുടെ സാധനം വാങ്ങിക്കുന്നതിന് പകരം അപ്പോൾ 84 എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും. സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി തിരിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ $1 നമ്മൾ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് ഒക്കെ അമേരിക്കയിൽ $1 കൊടുത്താൽ ഏകദേശം നമുക്കൊരു ജ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കും. ഒരു ജ്യൂസ് കിട്ടും. നമ്മുടെ കയ്യിൽ നമുക്ക് 80 രൂപ കൊടുത്താൽ മതി, നമുക്കൊരു ജ്യൂസ് കിട്ടും. ഇപ്പോൾ $1 വില എന്ന് പറയുന്നത് 80 രൂപയല്ല, 84 രൂപയാകുമ്പോൾ ജ്യൂസ് കിട്ടില്ല. എൻ്റെ കയ്യിൽ 80 രൂപയുള്ളൂ, എനിക്ക് ജ്യൂസ് കിട്ടില്ല. ഞാൻ വേറെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ ക്രാക്കർ വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ട് ഇതിലേക്ക് ഇടണം, എന്നാലേ എനിക്കൊരു ജ്യൂസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുക, വീക്ക് ആണെന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന് ചോദിക്കുന്നതാണ്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നത് CA ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് നമ്മുടെ അനന്ത നാഗേശ്വരൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ നീഡ് നോട്ട് സീക്ക് പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് വീക്ക് കറൻസി. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് നോർമൽ കോഴ്സിൽ മനസ്സിലാവാൻ പാടായിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ഇത് നമ്മൾ നേരത്തെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് പറഞ്ഞു, ഇനി അമേരിക്കൻ പെർസ്പെക്റ്റീവ് പറയാം. ആൾക്കാർക്ക് എപ്പോഴാണ് ഗുഡ്സ് വാങ്ങിക്കാൻ താല്പര്യം വരുന്നത്? പ്രൈസ് താഴുമ്പോൾ, ശരിയല്ലേ? പ്രൈസ് താഴുമ്പോഴാണ് ബെറ്റർ ആവുന്നത്. ചീപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണ്. ഇപ്പോൾ 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു സാധനം ആൾക്കാർക്ക് എപ്പോഴാണ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ആവുന്നത്? ഈ 100 രൂപ 75 രൂപയായി കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ്, കാരണം വില കുറഞ്ഞു. ഇതൊരു ലോക തത്വമാണ്. അപ്പോൾ ഈ റുപ്പി വീക്ക് ചെയ്യുമ്പോഴും ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ നോക്കിയ പോലെ $1 80 രൂപയായിരുന്നു എന്ന് പറയുമ്പോൾ 80 രൂപ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അമേരിക്കക്കാരൻ ഇവിടെ വരികയാണ്, അവൻ്റെ കയ്യിൽ $1 ഉണ്ട്, അവൻ 80 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. തിരിച്ച് ഇന്ന് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്, അവന് 84 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. $1 കൊണ്ട് അവന് 80 രൂപയ്ക്ക് ഒരു ജ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ജ്യൂസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവന് 4 രൂപയുടെ ഒരു
ബിസ്ക്കറ്റും കൂടെ ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ പണ്ട് അവൻ അത് എക്സ്ട്രാ ചെയ്യണം. ഇപ്പോൾ $1 തന്നെ അവന് ജ്യൂസും കിട്ടും, ബിസ്ക്കറ്റും കിട്ടും. സോ റുപ്പി വീണുകൊണ്ടിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ റുപ്പി ചീപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സോ ഇങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ റുപ്പിയുടെ വില താഴുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് സെയിൽസ് വിൽക്കാൻ പറ്റും. കാരണം ഗുഡ്സ് ബിക്കം, ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ പ്രൈസ് താഴ്ന്നുകൊണ്ടിരിക്കുന്നതോറും കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യും, ഒരുപാട് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ ചീഫ് എക്കണോമിക് അഡ്വൈസർ പറയാണ്, റുപ്പിയുടെ വില താഴുമ്പോൾ ഒരുപാട് ഗുഡ്സ് നമ്മൾ വില താഴ്ത്തി വിൽക്കുന്നതിനെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണാതെ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഗുഡ്സ് വിൽക്കും. നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ഗുഡ്സ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, മറിച്ച് നമ്മുടെ ഗുഡ്സിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണം എന്നാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ പറയുന്നത്. സോ ഇന്ത്യൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ റുപ്പി വീഴുന്നതനുസരിച്ചിട്ട് വില താഴ്ത്തി കുറെ വിൽപ്പന നടത്തി ബെനിഫിറ്റ് പിടിക്കാതെ എക്കോണമിയിൽ ഈ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് വീക്ക് കറൻസി എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേണ്ട, മറിച്ച് ഇന്ത്യൻ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അല്ലാതെ ഇങ്ങനെ പ്രൈസ് താഴുന്നതനുസരിച്ചിട്ട് സായിപ്പിന് പുറത്ത് വാങ്ങിക്കാൻ എളുപ്പമുള്ള രീതിയിലല്ല നമ്മൾ സെയിൽസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. പിന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി ഇസ് ദ ബെഡ് റോക്ക് ഫോർ സസ്റ്റെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനെ കുറിച്ചാണ് ഇതിൽ കൂടുതലും പറയുന്നത്. നമുക്ക് ഓൾറെഡി ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ 6% മുകളിൽ ഇൻഫ്ലേഷൻ പോകുമ്പോഴും നമുക്ക് ടോളറൻസ് ബാൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. RBI ഉദ്ദേശിക്കുന്നുണ്ട് ആ ടോളറൻസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 2% മുതൽ 6% വരെ ഇൻഫ്ലേഷൻ റേറ്റിനെ ഇതിനുള്ളിൽ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് നിൽക്കണം. അതിൽ ഏറ്റവും ഐഡിയലായിട്ട് 4%-നെങ്കിലും ഇൻഫ്ലേഷൻ റേറ്റ് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എക്കണോമിക് ഗ്രോത്തും ഇൻഫ്ലേഷൻ കൺട്രോളും ഒരുമിച്ച് പറ്റുമോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്തും ഇൻഫ്ലേഷൻ കൺട്രോളിങ്ങും ഒരുമിച്ച് നടക്കുമോ? ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം, റിപ്പോ റേറ്റ് ഒക്കെ കൂട്ടി വെക്കണം. ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടി വെക്കണം. അപ്പോഴല്ലേ പലിശ കൂട്ടി വെക്കും, ബാങ്ക് ലോൺ എടുക്കില്ലെങ്കിൽ ബാങ്ക് ഫണ്ട് കൊടുക്കില്ലെങ്കിൽ നമ്മൾ പൈസ എടുക്കില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചിലവാക്കില്ല, മാർക്കറ്റിൽ പൈസ വരില്ല. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന പൈസ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും? ഇത് വലിയൊരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, വളരെ ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റേറ്റ് കൂട്ടിക്കൊണ്ടിരുന്നാൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ പൈസ വരില്ല, ബാങ്കിന്റെ പൈസ വരില്ല, നമ്മുടെ പൈസ വരില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും? അപ്പോൾ ഇത് രണ്ടും RBIയുടെ എന്നത്തെയും ചലഞ്ചാണ്, ഗ്രോത്ത് വെസസ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരുപാട് ന്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഗാസ അറ്റാക്ക് നടക്കുന്നുണ്ട്. ചൈനീസിന്റെ ഒരു പുതിയ അസോൾട്ട് വാർഷിപ്പ് വന്നിട്ടുണ്ട്. അതിന്റെ പേര് ഹൈനാൻ എന്നാണ് അതിന്റെ പേര്. അഡ്വാൻസ് വാർഷിപ്പാണ്. അത് ഹോങ്കോങ്ങിന്റെ കൺട്രി സൗത്ത് ചൈന സീ ആൻഡ് തായ്വാൻ സ്ട്രാറ്റജി സെയിൽ ഇൻ ടു ഹോങ്കോങ്ങിന് വന്നിരിക്കുകയാണ്. ഹൈനാൻ എന്നാണ് ആ ഷിപ്പിന്റെ പേര്. പിന്നെ ഇസ്രായേലിൽ ഒരുപാട് ആൾക്കാർ, ഇസ്രായേൽ കിൽ 71 പ്രോ ഇറാനിയൻ ഫൈറ്റേഴ്സ്. ഇറാനിന്റെ സിറിയയിൽ മരണപ്പെട്ട ആൾക്കാരുടെ ഫൈറ്റേഴ്സിനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ആകെ എടുക്കാൻ പറ്റുന്ന മെയിൻ വാർത്ത എന്ന് പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ICC അറസ്റ്റ് വാറന്റ് അഗെയിൻസ്റ്റ് നെതന്യാഹു, ഗാലന്റ്, ഹമാസ് ആൻഡ് ലീഡേഴ്സ്. ഒന്ന് ആലോചിച്ചു, ഇന്റർനാഷണൽ കോർട്ട്, ക്രിമിനൽ കോർട്ടാണ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ സർവീസിന്, പ്ലീസ് പേ അറ്റൻഷൻ. ICC ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ, പഴയ ഡിഫൻസ് മിനിസ്റ്റർ, ഹമാസിന്റെ നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജനോസൈഡിന്റെ ചാർജിൽ. അറസ്റ്റ് വാറന്റ് ഇട്ടിരിക്കുകയാണ്. എന്നും പറഞ്ഞാൽ ICCക്ക് അങ്ങ് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ICC? ICC ഈസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അപ്പൊ ഇത് അങ്ങനെ തോന്നിയ പോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറസ്റ്റിന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അമേരിക്ക പറയാണ്, അമേരിക്കയും ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഒന്നും ഇതിന്റെ ഭാഗമല്ല, ICCയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്താണ് ICC എന്ന് പറയുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ICC എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. പ്രധാനപ്പെട്ട പോയിന്റ് സിവിൽ സർവീസിന് ചോദിക്കാനുള്ളത്, ഇറ്റ് ഈസ് എ UN ഏജൻസി? നോ, ഇറ്റ് ഈസ് നോട്ട് എ UN ഏജൻസി. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വേറെ. ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാം, മൺഡേ ഉള്ള ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിക്കാം. ICCയും ICJയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണിത്. സോ ഇത് UN ഏജൻസി അല്ല, ഇതൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ ഏജൻസിയാണ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇതും കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതും ഹേഗിൽ തന്നെയാണ്. ഇതും പ്രധാനപ്പെട്ട ഹേഗിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആംസ്റ്റർഡാമിലെ ഹേഗിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് UN റാറ്റിഫിക്കേഷനെക്കാട്ടും കൂടുതൽ റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇതിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. സോ ഇറ്റ്സ് കോൾഡ് റോം സ്റ്റാറ്റ്യൂട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം.
റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിൽക്കുന്നത്. സോ 2022 തോന്നുന്നു, ഓൾമോസ്റ്റ് 2002 സമയത്തൊക്കെയാണ് ഇത് വരുന്നത്. സോ വാർ ക്രൈംസിനെതിരെയാണ്. ഡേറ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, സോ മേ ബി യു ക്യാൻ ചെക്ക് ഇറ്റ്. റോം സ്റ്റാറ്റ്യൂട്ട് വരുന്നുണ്ട്. ഈ റോം സ്റ്റാറ്റ്യൂട്ട് UN ഫ്രെയിംവർക്ക് പോലെ അതിന്റെ അടിയിൽ വരുന്നതാണെങ്കിലും ഇത് UN ഏജൻസി പോലെ അല്ല കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏകദേശം 123 മെമ്പേഴ്സ് ഉണ്ട്, 120ഓളം മെമ്പേഴ്സ് ഉണ്ട്. അത് ഏറ്റവും രസം, ഇസ്രായേൽ മെമ്പർ അല്ല, പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമേരിക്ക ഇതിലെ മെമ്പർ അല്ല. ഇന്ത്യ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ മെമ്പർ ആണോ? റോം സ്റ്റാറ്റ്യൂട്ട് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? നോ, ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് റോം സ്റ്റാറ്റ്യൂട്ട്. റോം സ്റ്റാറ്റ്യൂട്ട് റാറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇന്ത്യ മെമ്പർ അല്ല. ഇനി നാളെ നമ്മുടെ ഇന്ത്യൻ നേതാവിനെതിരെയും ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് ഇട്ടാലും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ഇവർ 4 പ്രധാനപ്പെട്ട കാറ്റഗറിയിലാണ് ഇവർ എടുക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ജെനോസൈഡാണ്, കൂട്ടക്കൊല. ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൊല്ലുന്ന ചാർജിലാണ്. വാർ ക്രൈംസ്, ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ICCയുടെ പ്രധാനപ്പെട്ട കാര്യം, അത് ഓർത്ത് വെക്കാം. പിന്നെ പ്രധാനമായിട്ടും അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഗൂഗിള്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സീക്സ് ടു ബ്രേക്ക് ഗൂഗിൾ. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആന്റി ഗൂഗിൾ വാർത്തകളാണ് വരുന്നത്. ഗൂഗിൾ ഭയങ്കര മോണോപോളി ആണെന്നാണ് അമേരിക്കൻ പൊതുവെ പറഞ്ഞത്. ജോ ബൈഡന്റെ സമയത്ത് ഇനിയിപ്പോൾ ട്രംപ് വന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. മോണോപോളി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തോന്നിയ പോലെയാണ്. കാരണം ഗൂഗിളാണ് ബിഗസ്റ്റ് കമ്പനി, അവർക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാം. അതിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ സെർച്ച് എഞ്ചിൻ, അവരുടെ ആപ്സ്, പ്ലേ സ്റ്റോർ കാര്യങ്ങളെല്ലാം ഗൂഗിൾ തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ക്രോം സെർച്ച് പോലും ഗൂഗിളിന് ആവശ്യമുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ ജഡ്ജ് പറയുന്നുണ്ട് ഗൂഗിൾ ക്രോം ശരിക്കും ഗൂഗിൾ വിറ്റുകളാണ്. മറ്റ് സെർച്ച് എഞ്ചിൻസിനെ ഒക്കെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അവരുടെ സെർച്ചേ വരത്തുള്ളൂ. ആപ്പിനെയും പ്ലേ സ്റ്റോറും എല്ലാം ഗൂഗിളിനെ ഫേസ് ചെയ്തിട്ടാണ്. ഗൂഗിൾ ശരിക്കും പറഞ്ഞാൽ ഈ മോണോപോളി സ്വഭാവം മാറ്റിയിട്ട് ശരിക്കും ഗൂഗിളിനെ പൊളിച്ച് പലതായിട്ട് മാറ്റണം എന്നാണ് പറയുന്നത്. ബ്രേക്കപ്പ് ഗൂഗിൾ സെൻസ് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, സെയിൽ ഓഫ് ക്രോം വിൽ പെർമനന്റ്ലി സ്റ്റോപ്പ് ഗൂഗിൾസ് കൺട്രോൾ ഓഫ് ദിസ് ക്രിട്ടിക്കൽ സെർച്ച്. പക്ഷെ ഇതൊക്കെ കോടതി പറഞ്ഞാലും ഗൂഗിൾ ഇത് ചെയ്യുമെന്നുള്ള കാര്യമാണ്. ഗൂഗിൾ ക്രോം വിറ്റുകളെന്നാണ് പറയുന്നത്. സോ ഗൂഗിളിന്റെ മോണോപോളി സ്വഭാവം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പ്രധാനപ്പെട്ട റഷ്യ ലോഞ്ച്ഡ് ആൻ ICBM ഫോർ ദ ഫസ്റ്റ് ടൈം. ചുമ്മാ ട്രയലിന് വിട്ടെന്നാണ് പറഞ്ഞത്. യുക്രൈനിൽ വിട്ട് കളിക്കുകയാണ് അവർ, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, റഷ്യ ലോഞ്ച്ഡ് ആൻ ICBM. സോ വാട്ട് ഇസ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ICBM എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇതെന്തിനാണ് വിടുന്നത്, ICBM എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഏകദേശം 5000 കിലോമീറ്റർ പ്ലസ് റേഞ്ച് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ICBM ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഇറ്റ് ക്യാൻ ക്യാരി എ ന്യൂക്ലിയർ വാർഹെഡ്. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇറ്റ് ക്യാൻ ക്യാരി. ഇവിടെ വിട്ടിരിക്കുന്ന റോക്കറ്റിന്റെ പേരും അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻ ദ ന്യൂസ് വിച്ച് മീൻസ് ഹേസൽ? ഒറഷ്നിക് എന്നാണ് ഇതിന്റെ പേര്. പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയാം. ഒറഷ്നിക് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. സോ ഹാവ് ആൻ ഐഡിയ ഓൺ ദിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനം. ഇന്ന് എല്ലാ വാർത്തയും ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻ മേക്കപ്പ് ഡിസ്പ്ലേസ്, UN ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാർ, ഒരുപാട് ആൾക്കാർ റെഫ്യൂജീസ് ആവുന്നുണ്ട് മ്യാൻമാറിൽ നിന്ന് വരുന്ന ഒരുപാട് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ ഓങ് സാങ് സൂചിയൊക്കെ അവിടുത്തെ മിലിറ്ററി കൂ ഒക്കെ നടന്നിട്ടുണ്ട്. 40% മ്യാൻമാറിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് കുട്ടികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത് കൃത്യമായിട്ട് കേട്ട് റിവൈൻഡ് ഒക്കെ അടിച്ച് ക്ലാസ് കണ്ടോളൂ. സോ മൺഡേ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്. ഓൾറെഡി എനിക്ക് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു ജോയിൻ ഫോർ ദ ക്ലാസ് ഡെഫിനറ്റ്ലി ജോയിൻ. ഞാൻ ലിങ്ക് അയച്ചുതരാം. ഇത് വേറെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കുറച്ചുകൂടെ ഡെപ്തിൽ എടുക്കുന്നതാണ്. ഒരുപാട് പേര് ചോദിച്ച പോലെ ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 2000 rupees ആണ്. അത് വളരെ ഡെലിബറേറ്റ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇറ്റ്സ് എൻ അഫോർഡബിൾ പ്ലാറ്റ്ഫോം, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. അടുത്ത മെയിൻസ് കഴിയുന്നവരെ ജസ്റ്റ് 2000 rupees ഫോർ എ ഇയർ. സോ അത് നിങ്ങൾ താഴെ എന്നോട് പലരും ചോദിച്ച റെക്കോർഡഡ് ആണ്, ലൈവ് ക്ലാസ് ആണ്. വരുന്ന മൺഡേ എൻ്റെ ക്ലാസ് ഉണ്ട്. സോ പ്ലീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് മീ ആൻഡ് ഗെറ്റ് ബാക്ക് ടു മീ. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച്.